Hi dear students, welcome to the JEE Mains question discussion. Myself Rubu Varghese. So നമ്മുടെ ജാനുവരി 22 മോർണിംഗ് ഷിഫ്റ്റിലെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ജാനുവരി 22 മോർണിംഗ് ഷിഫ്റ്റിലെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. സോ നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻസ് കണ്ടിട്ടും എനിക്ക് നല്ല എളുപ്പമായിട്ടാണ് തോന്നിയിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വരാനിരിക്കുന്ന അടുത്ത JEE മെയിൻ സെഷൻ 2ൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടു കളഞ്ഞേക്കാം. സെക്ഷൻ എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി, അതായത് ഇലക്ട്രോളിസിസ് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. So, a solution of aluminum chloride is electrolyzed for 30 minutes using a current of 2 amperes. So, current 2 amperes ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 amperes ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. So, I equal to 2 amperes എന്ന് പറയുന്നു. And current of pass ചെയ്ത ടൈം 30 minutes ആണ്. സോ ഇലക്ട്രോളിസിസിൻ്റെ ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ടൈം റിപ്പോർട്ട് ചെയ്യേണ്ടത് സെക്കൻഡ്സിലാണ്. അപ്പോൾ 30 into 60 seconds. ഓക്കെ. So the amount of aluminum deposited at the cathode. നമുക്ക് നോക്കാം. സോ Al3+ ആണ് അലുമിനിയം ക്ലോറൈഡിൽ. ആ Al3+നെ അലുമിനിയം ആക്കണമെങ്കിൽ 3 ഇലക്ട്രോൺസ് വേണ്ടി വരും. സോ ദ വിൽ ബി Al3 ആയിട്ട് മാറും. സോ 3 ഇലക്ട്രോൺസ് ആണ്. 1 മോൾ അലുമിനിയം ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടത്. 1 മോൾ അലുമിനിയം ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് 3 moles of electrons. 3 moles of electrons. 3 mole ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 mole ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 farad ആയിരിക്കും. 3 farad. ദാറ്റ് വിൽ ബി 3 into 96500 കൂളോംസ് ആയിരിക്കും. 3 into 96500 കൂളോംസ് ആയിരിക്കും. സോ ഇതാണ് 1 mole അലുമിനിയം ഡിപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ പാസ് ചെയ്യേണ്ട കറണ്ട് അല്ലെങ്കിൽ ചാർജ് എന്ന് പറയുന്നത്. 3 into 96500 കൂളോംബ് ആണ്. സോ ദെയർഫോർ 27 grams of aluminum deposit. 27 grams ഡിപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ പാസ് ചെയ്യേണ്ടത് 3 into 96500 കൂളോംബ് ആണെങ്കിൽ ഇവിടെ നമുക്കറിയാം ക്വാണ്ടിറ്റി ഓഫ് ചാർജ് Q equal to I into T ആണ്. അപ്പം ഞാൻ പാസ് ചെയ്തിരിക്കുന്ന ചാർജ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 into 60 into the current will be 2 amperes. ഇതാണ് ഞാൻ പാസ് ചെയ്തത്. സോ ദെയർഫോർ ഞാൻ പാസ് ചെയ്തത് 30 into 60 into 2 ആണെങ്കിൽ എത്ര ഗ്രാം അലുമിനിയം ഡിപ്പോസിറ്റ് ചെയ്യും? X grams. അപ്പോൾ നമുക്ക് യൂണിറ്ററി മെത്തേഡ് അപ്ലൈ ചെയ്യാം. ആണെങ്കിൽ 1 കൂളോംബ് എത്ര അലുമിനിയം ഡിപ്പോസിറ്റ് ചെയ്യുന്നു നോക്കിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതിയാവും. സോ ദെയർഫോർ ദ വാല്യൂ ഓഫ് എക്സ് വിൽ ബി 27 multiplied by 30 into 60 into 2 divided by 3 into 96500. 96500. സോ നമുക്ക് നെസസറി ക്യാൻസലേഷൻസ് ഒക്കെ ചെയ്യാം. 0 ഒക്കെ പോട്ടെ, 3 പോട്ടെ. പിന്നെ 965 27 into 6 into 2 ആണ്. സോ ഇത് ചെയ്ത് വരുമ്പോൾ യു കുഡ് ഗെറ്റ് ദ വാല്യൂ ആസ് 0.336 grams. 0.336 grams കിട്ടും. സോ ദ എമൗണ്ട് ഓഫ് അലുമിനിയം അല്ലെങ്കിൽ മാസ് ഓഫ് അലുമിനിയം ഡിപ്പോസിറ്റഡ് അറ്റ് ദി കാഥോഡ്, റിഡക്ഷൻ നടന്ന് കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്തത് 0.336 grams ആയിരിക്കും. 0.336 grams ആയിരിക്കും ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക. 51st ക്വസ്റ്റ്യൻ അതിൽ ഓപ്ഷൻ 3 ഒരു ഓപ്ഷൻ 3. സോ നമുക്ക് അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്കും. ക്വസ്റ്റ്യൻ നമ്പർ 52, അതായത് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ ഫോർ എ റേഡിയോ ആക്റ്റീവ് ഡീക്കെ. റേഡിയോ ആക്റ്റീവ് ഡീക്കെ ആണ്. റേഡിയോ ആക്റ്റീവ് ഡീക്കയുടെ ഇക്വേഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം n equal to n0 e raised to minus lambda t അല്ലെങ്കിൽ മൈനസ് KT എന്നുള്ള എക്സ്പ്രഷനാണ് അത് ഫോളോ ചെയ്യുന്നത്. The amount of radioactive substance remained after 3 half-life is 1/8 of original amount. ഈ റേഡിയോ ആക്റ്റീവ് ഡീക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഇനിഷ്യലി ഉണ്ടായിരുന്നത് A0 ആണ് അല്ലെങ്കിൽ N0 ആണ് ഇനിഷ്യലി ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. സോ N0 ആദ്യത്തെ T half കഴിയുമ്പോഴേക്കും there will be N0/2 ഉണ്ടാവും. സെക്കൻഡ് T half കഴിയുമ്പോഴേക്കും there will be N0/4 ആയിരിക്കും. കാരണം ഇപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ പകുതിയാവും half-life, and this half-life is independent of the concentration ആണ് for first order kinetics. So N0/4 അടുത്ത T half, മൂന്നാമത്തെ T half, ആദ്യത്തെ T half, രണ്ടാമത്തെ T half, മൂന്നാമത്തെ T half കഴിയുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ പകുതി N0/8 ആയിട്ട് മാറും. N0/8. സോ ഒറിജിനൽ എമൗണ്ടിൻ്റെ 1/8 ആണ് ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ ആഫ്റ്റർ 3 T halves എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ്. അപ്പോൾ 1 കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണ്, ട്രൂ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ പിക്ക് ചെയ്യാൻ വരട്ടെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഡീക്കെ കോൺസ്റ്റന്റ് ഡസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദി ടെമ്പറേച്ചർ. അതും കറക്റ്റ് ആണ്. സോ
decay constant does not dependent upon the temperature ആണ്. കാരണം റേഡിയോ ആക്റ്റീവ് ഡീക്കേ ആണ്. റേഡിയോ ആക്റ്റീവ് ഡീക്കേനെ സംബന്ധിച്ച് ടെമ്പറേച്ചറിനെ ഡീക്കേ കോൺസ്റ്റന്റ് ലാംഡ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡീക്കേ കോൺസ്റ്റന്റ് ലാംഡ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല റേഡിയോ ആക്റ്റീവ് ഡീക്കേനെ സംബന്ധിച്ച്. അത് കറക്റ്റ് ആണ്. ഡീക്കേ കോൺസ്റ്റന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഏതുവായാലും ഡീക്കേ കോൺസ്റ്റന്റിന്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. സോ ഡീക്കേ കോൺസ്റ്റന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകറക്റ്റ് ആണ്. സോ ദയർഫോർ അത് ശരിയല്ല. ആൻഡ് ഹാഫ് ലൈഫ് ഈസ് ln2 ടൈംസ് ഓഫ് 1 റേറ്റ് കോൺസ്റ്റന്റ്. ഹാഫ് ലൈഫ് നമുക്കൊന്ന് എഴുതി നോക്കാം. ടി ഹാഫ് എന്ന് പറയുന്നത് ln2 ടൈംസ് ഓഫ് ദി റേറ്റ് കോൺസ്റ്റന്റ് ഓർ ദ ഡീക്കേ കോൺസ്റ്റന്റ്. സോ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ എന്ന് വരും. 0.693 ഡിവൈഡഡ് ബൈ കെ. ഈ 0.693 ഡിവൈഡഡ് ബൈ കെയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 2.303 ടൈംസ് ലോഗ് 2 ആണ്. 2.303 ടൈംസ് ലോഗ് 2 ആണ് 0.693 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ കെ. അപ്പം 2.303 ടൈംസ് ലോഗ് 2 എന്ന് പറയുന്നത് ആക്ച്വലി ln2 തന്നെയാണ്. ln2 ബൈ കെ ആണ്. അപ്പോൾ ശരിയല്ലേ? ടി ഹാഫ് എന്ന് പറയുന്നത് ln2 ടൈംസ് 1 റേറ്റ് കോൺസ്റ്റന്റ്. ln2 ടൈംസ് 1 റേറ്റ് കോൺസ്റ്റന്റ്. സോ ടി ഹാഫ് ലൈഫും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സോ അതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നോട്ട് ട്രൂ ആയിട്ടുള്ളത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് നോട്ട് ട്രൂ ആയിട്ടുള്ളത്. Now let's see the next question. How many different stereoisomers are possible for the given molecule? How many stereoisomers are possible? You can apply it in theoretical words or you can use the equation. ഞാൻ കോൺസെപ്ച്വലി പറയുകയാണെങ്കിൽ ഈ മോളിക്യൂളിലെ സെക്കൻഡ് കാർബൺ ആറ്റം ഒരു അസിമെട്രിക് കാർബൺ ആറ്റമാണ്. ആ അസിമെട്രിക് കാർബൺ ആറ്റത്തിന് അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് തന്നെ മോളിക്യൂളിന് വേണമെങ്കിൽ എനാൻഷ്യോമെറിസത്തിൽ ഒന്നുകിൽ ഡെക്സ്ട്രോ ആയിട്ടിരിക്കാം അല്ലെങ്കിൽ അതിന് ലീവോ ആയിട്ടിരിക്കാം. ഡെക്സ്ട്രോ ആയിട്ടിരിക്കാം അല്ലെങ്കിൽ അതിന് ലീവോ ആയിട്ടിരിക്കാം. പക്ഷേ കഴിഞ്ഞില്ല, ഡെക്സ്ട്രോ ആയിട്ടിരിക്കാം, ലീവോ ആയിട്ടിരിക്കാം. ഇനി ഡെക്സ്ട്രോ ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഈ ഡബിൾ ബോണ്ടിന് വേണമെങ്കിൽ ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റുന്ന ആളല്ലേ. ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റുന്ന ആൾക്ക് സിസിലും ഇരിക്കാം, ട്രാൻസിലും ഇരിക്കാം. അപ്പം നോക്കി, ഡെക്സ്ട്രോ റൊട്ടേറ്ററി നേച്ചർ കാണിക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ സിസ് കോൺഫിഗറേഷനിലായിരിക്കാം. ഡെക്സ്ട്രോ റൊട്ടേറ്ററി നേച്ചർ തന്നെ അവർക്ക് ട്രാൻസ് കോൺഫിഗറേഷനിലായിരിക്കാം. പക്ഷേ സിസ് ആയിട്ടിരിക്കുമ്പോഴത്തെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റൊട്ടേഷൻ വാല്യൂ ആയിരിക്കത്തില്ല. ട്രാൻസ് ആയിരിക്കുമ്പോഴത്തെ വാല്യൂവിൽ വ്യത്യാസങ്ങൾ കാണാം. ചിലപ്പോൾ ഒരെണ്ണം 35ഉം മറ്റൊരെണ്ണം 45 ഡിഗ്രിയൊക്കെ ആയിരിക്കും. വാല്യൂവിൽ വ്യത്യാസങ്ങൾ കാണാം. പക്ഷേ ഡെക്സ്ട്രോ ആയിട്ടിരിക്കുമ്പോൾ സിസ് ആവാം, ഡെക്സ്ട്രോ ആയിട്ടിരിക്കുമ്പോൾ ട്രാൻസ് കോൺഫിഗറേഷനിലും കാണിക്കാം. അതുപോലെ തന്നെ ലീവോ റൊട്ടേറ്ററി ആയിട്ടിരിക്കുമ്പോഴും സിസ് കോൺഫിഗറേഷനിൽ വരാം, ലീവോ റൊട്ടേറ്ററിയിൽ ട്രാൻസ് കോൺഫിഗറേഷനിലും വരാം. സോ ഈ സിസിലും ട്രാൻസിലെയും ലീവോ റൊട്ടേറ്ററി വാല്യൂസിൽ വ്യത്യാസം കാണാം. വാല്യൂസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. സോ ദയർഫോർ ഹൗ മെനി സ്റ്റീരിയോഐസോമേഴ്സ് ആർ പോസിബിൾ? ഡെക്സ്ട്രോ ആയിട്ടിരിക്കുമ്പോഴത്തെ സിസും, ഡെക്സ്ട്രോ ആയിട്ടിരിക്കുമ്പോഴത്തെ ട്രാൻസും, ലീവോ ആയിട്ടിരിക്കുമ്പോഴത്തെ സിസും, ലീവോ ആയിട്ടിരിക്കുമ്പോഴത്തെ ട്രാൻസും. സോ ദർ വിൽ ബി 4 stereoisomers possibilities. 4 stereoisomers possibilities. So option 4 will be our correct answer. 53 option 4. Hope you got it. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. കെമിസ്ട്രിയിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്, which of the following electronegativity order is incorrect? അപ്പം തന്നിരിക്കുന്നവരെയൊക്കെ നോക്കിയേക്കാം. ബെർലിയം, മഗ്നീഷ്യം, ബോറോൺ, നൈട്രജൻ. അവിടെ സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡും മിക്സ്ചറായിട്ട് തന്നിട്ടുണ്ട്. തേർഡ് പീരീഡ് തന്നെ തന്നിട്ടുണ്ട്. നോക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നവരിൽ മഗ്നീഷ്യം, നമുക്ക് മഗ്നീഷ്യവും ബെർലിയം ഉണ്ട്. മഗ്നീഷ്യം, ബെർലിയം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം, ഏറ്റവും അറ്റത്തുനിന്ന് തുടങ്ങാം. നമുക്കറിയാം ബെർലിയത്തിന് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡേഴ്സ് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡേഴ്സ് ആണ്. നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴേക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴേക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ മേലെ നിന്ന് താഴേക്ക് വരുന്നവർ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. മേലെ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അങ്ങനെയെങ്കിൽ ബെർലിയം, മഗ്നീഷ്യം, ഞാൻ ആദ്യം കണ്ട 2 എലമെൻറ്റ്, അത് പീരിയോഡിക് ടേബിളിൽ ആദ്യം വരുന്ന 2 എലമെൻറ്റുകൾ ആയതുകൊണ്ട് ഞാൻ ബെർലിയം, മഗ്നീഷ്യം എടുത്തു. ബെർലിയത്തിന് താഴെയാണ് ശരിക്കും മഗ്നീഷ്യം വരുന്നത് അല്ലേ. ബെർലിയത്തിന് താഴെയാണ് മഗ്നീഷ്യം വരുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. ബെർലിയത്തിന് താഴെയാണ് മഗ്നീഷ്യം വരുന്നത്. സോ ബെർലിയത്തിനായിരിക്കും മഗ്നീഷ്യത്തെക്കാട്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ താഴെയുള്ള ആൾക്ക്. സോ മഗ്നീഷ്യത്തിനെക്കാട്ടിലും കൂടുതൽ ബെർലിയത്തിനായിരിക്കും. അതൊക്കെ. ബെർലിയം കഴിഞ്ഞിട്ട് പിന്നെ ബെർലിയത്തിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ബോറോൺ വരും. ബോറോണിന് ശേഷം നൈട്രജൻ വരും. അങ്ങോട്ട് പോകുന്നതോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റാണ്, അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എളുപ്പമുള്ളവരെണ്ണം ഞാൻ അങ്ങ് പിക്ക് ചെയ്തു. അപ്പോൾ 3 എന്ന് പറയുന്നത് കറക്റ്റ് ഓർഡറാണ്. കറക്റ്റ് ഓർഡറാണ് 3യെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 കറക്റ്റാണ്. നമുക്ക് അതവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നോക്കേണ്ടത് അലുമിനിയം, മഗ്നീഷ്യം, ബോറോൺ, നൈട്രജൻ.
അലുമിനിയം മഗ്നീഷ്യം എന്ന് പറയുന്ന തേർഡ് പീരീഡിൽ വരുന്നയാളാണ്. ശരിക്കും മഗ്നീഷ്യത്തിൻ്റെ റൈറ്റ് സൈഡിലല്ലേ അലുമിനിയം? കാരണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കുക ആണല്ലോ. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയെങ്കിൽ മഗ്നീഷ്യത്തിനെക്കാട്ടിലും അലുമിനത്തിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ വരേണ്ടത് അല്ലേ? മഗ്നീഷ്യത്തെക്കാട്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ വരേണ്ടത് അലുമിനത്തിനാണ്. സോ ദെയർഫോർ ഇത് തിരിഞ്ഞായിരുന്നു വരേണ്ടിയിരുന്നത്. തന്നിരിക്കുന്ന തെറ്റായിട്ടുള്ള ഒരു ഓർഡർ ആയതുകൊണ്ട് ഇൻകറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 1 തന്നെ വരും. ആൻഡ് അലുമിനിയം, സിലിക്കൺ, കാർബൺ, നൈട്രജൻ. അലുമിനത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് സിലിക്കൺ കിടക്കുന്നത്. സിലിക്കണിൻ്റെ മേലെയാണ് കാർബൺ കിടക്കുന്നത്. കാർബണിൻ്റെ റൈറ്റ് സൈഡിലാണ് നൈട്രജൻ കിടക്കുന്നത്. സോ അലുമിനത്തിനെക്കാട്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് സിലിക്കൺ. സിലിക്കണേക്കാട്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് കാർബൺ. കാർബണേക്കാട്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് നൈട്രജൻ. അത് കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സൾഫർ, ക്ലോറിൻ, ഓക്സിജൻ, ഫ്ലൂറിനെ നോക്കുകയാണെങ്കിൽ ഫ്ലൂറിനാണ് പീരിയോഡിക് ടേബിളിലെ തന്നെ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് വരുന്നത് ഓക്സിജൻ ആയിരിക്കും. അതിൽ സംശയങ്ങളില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൂറിന് താഴെ കിടക്കുന്ന ക്ലോറിനാണ് അടുത്തയാൾ. ഓക്സിജനെക്കാട്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളത് ഫ്ലൂറിന് താഴെ കിടക്കുന്ന ക്ലോറിന്. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ളത് ക്ലോറിനായിരിക്കും. ക്ലോറിൻ കഴിഞ്ഞിട്ടായിരിക്കും ഓക്സിജന് താഴത്തെ സൾഫർ വരുന്നത്. അപ്പോൾ അതും കറക്റ്റായിട്ടുള്ള ഓർഡർ തന്നെയാണ്. അവിടെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ആകെ ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത് അലുമിനത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി മഗ്നീഷ്യത്തിനെക്കാട്ടിലും കുറവാണെന്ന് പറഞ്ഞതാണ് അവിടുത്തെ എറർ. ശരിക്കും അലുമിനത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി മഗ്നീഷ്യത്തിനെക്കാട്ടിലും കൂടുതലാണ് വരുന്നത്. ആൻഡ് യു ക്യാൻ ചെക്ക് ദി വാല്യൂസ് ആസ് വെൽ പ്രൊവൈഡഡ് ഇൻ ദി പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ. ഇൻസൈഡ് ടെക്സ്റ്റ് ബുക്കിൽ തന്ന വാല്യൂസ് വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പാരിസൺ നടത്താം. നമ്മൾ ആ പീരിയോഡിക് ട്രെൻഡ് ഞാൻ എടുത്തു എന്ന് മാത്രമേ. നൗ ലെറ്റ്സ് സീ ദി നെക്സ്റ്റ് തിങ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ലാന്തനോയിഡ് അയോൺസ് വിത്ത് 4f7 കോൺഫിഗറേഷൻ ആർ. അത് ഇച്ചിരി റിസ്കി ആയിരുന്ന സാധനം എന്ന് പറയുന്നത്. കാരണം അയോൺസ് ആണ്, ഇവരുടെ കോൺഫിഗറേഷൻസ് അറിയണം, എന്നാലേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്നത് യൂറോപ്യം 2+ ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് തുടങ്ങാം. യൂറോപ്യം 2+ ആകുന്ന സമയത്ത് യൂറോപ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 63 വരും. 63 വരുമ്പോൾ കോൺഫിഗറേഷൻ വരേണ്ടത് Xenon 4f7 5d0 6s0 എന്നാണ് വരിക. 5d0 6s0 എന്നാണ് വരേണ്ടത്. അപ്പോൾ 4f7 കോൺഫിഗറേഷൻ എന്തായാലും യൂറോപ്യം 2+-നുണ്ട്, EU 2+-നുണ്ട്. അതൊക്കെ. ആൻഡ് ഗഡോലിനിയം 3+. ഗഡോലിനിയം 3+ വരുന്ന സമയത്ത് ഗഡോലിനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അപ്പോൾ അറ്റോമിക് നമ്പർ വരുന്നത് 64 ആണ്. 64 വരുമ്പോഴത്തെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ Xenon 4f7 5d0 6s0 എന്നാണ് വരുന്നത്. 5d0 6s0 എന്നാണ് വരുന്നത്. അപ്പോൾ ഗഡോലിനിയം 3+-ൽ 4f7 ഇലക്ട്രോൺസ് ഉണ്ട്, 4f-ൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 4f കോൺഫിഗറേഷൻ ഉണ്ട്, 4f7 കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ ബിയും കറക്റ്റ് ആയിട്ടുള്ള ആളാണ്. EU 2+-ൻ്റെ കോൺഫിഗറേഷൻ ഇതാണെങ്കിൽ ഉറപ്പായിട്ടും EU 3+-ൻ്റെ കോൺഫിഗറേഷൻ ഇതിനേക്കാളും ഒരു ഇലക്ട്രോൺ കുറവായിരിക്കണ്ടേ? ഇതിനേക്കാളും ഒരു ഇലക്ട്രോൺ കുറവാകുമ്പം Xenon 4f6 അല്ലേ വരത്തുള്ളൂ. 4f6. അപ്പം നമ്മുടെ 4f7 കോൺഫിഗറേഷൻ ആർക്ക് വരുന്നില്ല? 4f7 കോൺഫിഗറേഷൻ EU 3+-ന് വരണില്ല. EU 3+-ന് 4f7 കോൺഫിഗറേഷൻ വരണില്ല. സോ EU 3+. ഇനി ടെർബിയം 3+-നെ നോക്കാം. TB 3+. ഞാൻ ഒന്ന് ഇറേസ് ചെയ്യാണ്, ഇവിടെ എഴുതാനിടയില്ലാത്തതുകൊണ്ട്. സോ TB 3+നെ നോക്കുകയാണെങ്കിൽ TBയുടെ അറ്റോമിക് നമ്പർ വരുന്നത് 65 ആണ്. 65 ആയിട്ട് വരുന്ന സമയത്ത് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് Xenon 4f8 then 5d0 6s0 ആയിട്ട് വരും. 5d0 6s0 ആയിട്ട് വരും. സോ അപ്പോൾ 4f8 ആയിപ്പോയി. 4f8. അപ്പോൾ നമുക്ക് വേണ്ട കോൺഫിഗറേഷൻ അതും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ആൻഡ് SM2+നെ നോക്കുകയാണെങ്കിൽ SM2+ അറ്റോമിക് നമ്പർ വരുന്നത് 62 ആണ്. 62 വരുന്ന സമയത്ത് 2+ ആണ്. സോ Xenon 4f കോൺഫിഗറേഷൻ എത്ര വരും? കാരണം നമുക്ക് 63 ആയിരുന്നു EU 2+-ൻ്റെ. EU 2+ 63. അപ്പോൾ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞപ്പോൾ 4f7 കോൺഫിഗറേഷൻ വന്നു. അപ്പോൾ 62 ആയ സ്ഥിതിക്ക് 2+-ൽ വരുമ്പോഴേക്കും 4f7 കോൺഫിഗറേഷനെക്കാട്ടിലും ഒരു ഇലക്ട്രോൺ കുറവ് വരണ്ടേ? 4f-നേക്കാട്ടിലും ഒരു ഇലക്ട്രോൺ കുറവ് വരണം. സോ 4f6 5d0 6s0 എന്ന് വരും. സോ അപ്പോഴും നമ്മുടെ 4f7 കോൺഫിഗറേഷൻ വരുന്നില്ല. സോ 4f7 കോൺഫിഗറേഷൻ ഇക്കും വരണില്ല. അപ്പോൾ 4f7 കോൺഫിഗറേഷൻ ആർക്കൊക്കെ വരുന്നുള്ളൂ? എയ്ക്കും ബിക്കും മാത്രമേ വരുന്നുള്ളൂ. 4f7 കോൺഫിഗറേഷൻ എയ്ക്കും ബിക്കും മാത്രമേ വരണുള്ളൂ. സോ കറക്റ്റായിട്ട് വരേണ്ട ആൻസേഴ്സ് എയും ബിയും, എ ആൻഡ് ബി ഉള്ളി.
എ ആൻഡ് ബി ഉള്ളിയാണ് വരുന്നത്. എയും ബിയും കൂടെ വരുന്ന ആകെ ഒരു ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ഉള്ളത്. അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വേണേൽ പിക്ക് ചെയ്യാം, എ ആൻഡ് ബി ഉള്ളി എന്നുള്ളത്. കാരണം എയും ബിയും കൂടെ ഒരുമിച്ച് വരുന്ന വേറൊരു ഓപ്ഷൻ ഇല്ല. 55. സോ ഫസ്റ്റ് ഓപ്ഷൻ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കെമിസ്ട്രിയിലെ 6th ക്വസ്റ്റ്യൻ. ഇവിടെ ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഓർഡർ റെപ്രസെൻറ്റ്സ് അയണൈസേഷൻ എൻതാൽപ്പി, മെറ്റാലിക് ക്യാരക്ടർ, ഇലക്ട്രോനെഗറ്റിവിറ്റി, അയോണിക് റേഡിയസ്. നമുക്കതിൽ അയണൈസേഷൻ എൻതാൽപ്പി നോക്കുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി ഒന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ്. അതേപോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പറയുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന സാധനം ബുദ്ധിമുട്ടായിട്ട് വരും. ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എൻതാൽപ്പി കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിൽക്കട്ടെ, ഫസ്റ്റ് വന്നിരിക്കുന്ന എല്ലാ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസാണ് അല്ലേ നോക്കിയേ. Al3+ 10 ഇലക്ട്രോൺ ആണ്, Mg2+ 10 ഇലക്ട്രോൺ ആണ്, Na+ 10 ഇലക്ട്രോൺ ആണ്, F- എന്ന് പറയുന്നത് 10 ഇലക്ട്രോൺ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളെ സംബന്ധിച്ച് F- എന്ന് പറയുമ്പം F9 ആയിരുന്നു ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്തപ്പോഴേക്കും ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതൽ, കാരണം അവരുടെ സൈസ് കൂടുതൽ. അത് കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ്ലി വരുന്നത് Na+ ആണ്, കാരണം സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണേ കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 11, ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. 10 ഇലക്ട്രോൺസ് ആൻഡ് 11 പ്രോട്ടോൺസ് അതെ. പക്ഷേ Mg2+ വരുമ്പോഴേക്കും 12 പ്രോട്ടോൺസും 10 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് കാരണം സൈസ് ഷ്രിങ്ക് ചെയ്യും. ആൻഡ് അലുമിനത്തിലേക്ക് വരുമ്പോഴേക്കും 13 പ്രോട്ടോൺസും 10 ഇലക്ട്രോൺസേ ഉള്ളൂ. സോ ന്യൂക്ലിയർ ചാർജ് വീണ്ടും കൂടുതലായതുകൊണ്ട് സൈസ് വീണ്ടും ഷ്രിങ്ക് ചെയ്യും. സോ അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് അവരുടെ അയോണിക് റേഡിയയുടെ ഓർഡറാണ് തന്നിരിക്കുന്നത്. അയോണിക് റേഡിയയുടെ ഓർഡറാണ് തന്നിരിക്കുന്നത്. സോ A matches with 4. ബോറോൺ, കാർബൺ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. നൈട്രജന് ഓക്സിജനെക്കാട്ടിലും എന്തോ ഒരു സാധനം കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് സംതിങ് ഇറ്റ്സ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കാം. ആൻഡ് ദാറ്റ് വിൽ ബി ദി അയണൈസേഷൻ എനർജി, അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം. നൈട്രജൻ്റെ 2p3 കോൺഫിഗറേഷനിൽ നിന്നും ഒരു ഇലക്ട്രോണെ കളയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ആൻഡ് ഓക്സിജനെ സംബന്ധിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ കോൺഫിഗറേഷൻ 2p4 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണെ കളഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനിലേക്ക് വരാനായിട്ട് എളുപ്പമാണ് ശരിക്കും. 2p4 ആണ്. ആൻഡ് കാർബണിലേക്ക് വരുമ്പോഴേക്കും അത് 2p2 ആണ്. ദെൻ ബോറോണിലേക്ക് വരുമ്പോഴേക്കും 2p1 ആണ്. 2p1-ൽ നിന്നും ഒരു ഇലക്ട്രോണെ കളയാൻ വളരെ എളുപ്പവും, കാർബണിൽ നിന്ന് 2p2-ൽ നിന്ന് ഒരു ഇലക്ട്രോണെ കളയാൻ കുറച്ചുകൂടെ പാടും. എന്നാൽ 2p4-ൽ നിന്ന് ഓക്സിജനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോണെ കളയാനായിട്ട് കുറച്ചുകൂടെ പാടും. എന്നാൽ നൈട്രജനെ സംബന്ധിച്ച് ഒത്തിരി പാടുമായിരിക്കും. സോ അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന ഓർഡർ പ്രകാരം ഇത് എന്തിൻ്റെ ഓർഡറാണ്? അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡറാണ്. അയണൈസേഷൻ എൻതാൽപ്പി. സോ B matches with 1 വരും. B matches with 1. പിന്നെ അപ്പം A matches with 4-ഉം B matches with 1-ഉം വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇവിടെ പൊട്ടാഷ്യം, മഗ്നീഷ്യം, അലുമിനിയം ആൻഡ് ബോറോൺ കാണുമ്പോൾ തന്നെ അറിയാം. ബോറോണും ബാക്കിയുള്ള 3 പേരും തമ്മിൽ കോമണാലിറ്റി നോക്കിയാൽ ബോറോൺ ഒരു നോൺ മെറ്റലും ബാക്കിയുള്ള ഇത്രയും പേരെന്ന് പറയുന്നത് ഒരു മെറ്റൽ കാറ്റഗറിയിൽ വരുന്നയാളാണ്. ബോറോണും അപ്പുറം കിടക്കുന്ന 3 പേരെന്നൊക്കെ മെറ്റൽസ് ആണ്. അപ്പോൾ ബോറോണിനെക്കാട്ടിലും മെറ്റാലിക് ക്യാരക്ടർ അലുമിനിയത്തിന് കൂടുതൽ. പീരിയോഡിക് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ താഴെ ടോപ്പിൽ നിന്ന് ബോട്ടം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടോപ്പ് മോസ്റ്റ് റൈറ്റിലേക്ക്, ഓക്കെ, ബോട്ടം ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്നും ടോപ്പ് മോസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ്. സോ ആ പ്രകാരമാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കുറവുള്ളയാൾ നോൺ മെറ്റൽസ് ഓൾമോസ്റ്റ് റൈറ്റ് ടോപ്പിലും, മെറ്റൽസ് കിടക്കുന്നത് മോസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ ഉള്ളവർ ലോവർ മോസ്റ്റ് ലെഫ്റ്റ് സൈഡിലും ആയിരിക്കും കിടക്കുന്നത്. ആ പ്രകാരമാണെങ്കിൽ ബോറോണിനെക്കാട്ടിലും അലുമിനിയത്തിന് മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ, അതിനെക്കാട്ടിലും മഗ്നീഷ്യത്തിന് കൂടുതൽ, മഗ്നീഷ്യത്തിനെക്കാട്ടിലും പൊട്ടാഷ്യത്തിന് കൂടുതൽ. അങ്ങനെയെങ്കിൽ ഇപ്പം പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നിരിക്കുന്നത് മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ഓർഡറാണ്. സോ C matches with 2. ആൻഡ് സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ ആൻഡ് ക്ലോറിൻ. ക്ലോറിനെക്കാട്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ് സൾഫറിനെക്കാട്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ് ഫോസ്ഫറസിനെക്കാട്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ് സിലിക്കൺ. കാരണം നോക്കി തേർഡ് പീരീഡിൽ കിടക്കുന്നവരിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴേക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുവാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുവാണ്. സോ സിലിക്കൺ കഴിഞ്ഞ് ഫോസ്ഫറസ് കഴിഞ്ഞ് സൾഫർ കഴിഞ്ഞ് ക്ലോറിൻ ആയിരിക്കും ഈ കൂട്ടത്തിൽ സെക്കൻഡ് പീരീഡിൽ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആളായിട്ട് നമുക്ക് പറയാം ഇപ്പം തന്നിരിക്കുന്ന പ്രകാരം. സോ അങ്ങനെയെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ക്ലോറിൻ, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള സിലിക്കൺ. സോ ഇപ്രകാരം നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഓർഡർ ഇറ്റ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ. സോ കറക്റ്റ് പെയർ വരുന്നത് A matches with 4, B matches with 1
and C matches with the 2 and D matches with the 3. So option 3 will be a correct answer. 56th question option 3 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇച്ചിരി ആലോചിക്കണമായിരുന്നു, പക്ഷേ എളുപ്പമായിരുന്നു, കാരണം വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. Which of the following answer is a vitamin? അപ്പോൾ ബയോമോളിക്യൂൾസ് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വൈറ്റമിൻ തന്നിരിക്കുന്നത് വൈറ്റമിൻ ആണ്. അഡിപ്പിക് ആസിഡ് ഒരു ഡൈകാർബോക്സിലിക് ആസിഡ്, ആസ്പാർട്ടിക് ആസിഡ് ഒരു അമിനോ ആസിഡ്, സക്കാരിക് ആസിഡ് എന്ന് പറയുന്നയാൾ ഗ്ലൂക്കോസിനെ നൈട്രിക് ആസിഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡൈകാർബോക്സിലിക് ആസിഡ്. സോ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഡെറിവേറ്റീവ് ആയിട്ട് അതിനെ പറയാം. ബട്ട് ആസ്കോബിക് ആസിഡ് എന്ന് പറയുന്ന ആൾ ആരാണ്? ആസ്കോബിക് ആസിഡ് ഇസ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് ആസ്കോബിക് ആസിഡ്. സോ തന്നിരിക്കുന്നതിൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ വൈറ്റമിൻ ആയിട്ട് വരുന്ന ആസ്കോബിക് ആസിഡ് ആണ്. ആസ്കോബിക് ആസിഡ് ഡയറക്റ്റ് പെട്ടെന്ന് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഭയങ്കര സമയലാഭമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A liquid when kept inside a thermally insulated closed vessel at 25 degrees Celsius was mechanically stirred from outside. അപ്പം ഒരു കാര്യം അവിടുന്ന് പിടികിട്ടി. ഒന്ന് thermally insulated ആണ്. thermally insulated closed vessel ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂവിൻ്റെ വാല്യൂ 0 ആയിരിക്കും വരുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. thermally insulated closed vessel ആണ്. ആൻഡ് വാസ് മെക്കാനിക്കലി സ്റ്റേർഡ് ഫ്രം ദി ഔട്ട്സൈഡ്. അതായത് സിസ്റ്റത്തിനെ പുറത്തുനിന്ന് സ്റ്റെർ ചെയ്തു. പുറത്തുനിന്ന് സ്റ്റെർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണ്. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്ന്, തേർമലി ഇൻസുലേറ്റഡ് എന്ന് പറയുമ്പോൾ ക്യൂ എന്ന് പറയുന്ന സാധനം ഹീറ്റ് ട്രാൻസ്ഫേർഡ് 0 ആയിരിക്കും. ആൻഡ് മെക്കാനിക്കലി സ്റ്റേർഡ് ഫ്രം ദി ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണ്. What will be the correct option for the following thermodynamic parameters? അപ്പോൾ നമുക്ക് ഡെൽറ്റ യു തന്നിട്ടുണ്ട്, ഡബ്ല്യു തന്നിട്ടുണ്ട്, ക്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ വരുന്നത് ഫ്ലോട്ടാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്ന പ്രകാരം ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ പ്ലസ് ഡബ്ല്യു ആയിരിക്കും. സോ ഇവിടെ ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 0 ആണ്. ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇപ്പോൾ 0 ആയിപ്പോയത് കൊണ്ട് ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡബ്ല്യു ആയിട്ട് നിൽക്കും. ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡബ്ല്യു ആയിട്ട് നിൽക്കും. ആ ഡബ്ല്യുവിനൊരു പ്രത്യേകതയുണ്ട്. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആയതുകൊണ്ട് തന്നെ സിസ്റ്റത്തിന് ഗെയിൻ ആണ്. നമ്മളത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. സിസ്റ്റത്തിന് ഗെയിൻ ആണ്, നമ്മളതിനെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. സോ അങ്ങനെയെങ്കിൽ ഡബ്ല്യു പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആൻഡ് ഡെൽറ്റ യു എന്ന് പറയുന്ന അപ്പം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡെൽറ്റ യു അപ്പം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന പറഞ്ഞാൽ ഡെൽറ്റ യു ഗ്രേറ്റർ ദാൻ 0, ക്യൂ ഈക്വൽ ടു 0 ആൻഡ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ 0 വരും. ഡബ്ല്യു ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയെങ്കിൽ കറക്റ്റ് ആൻസർ വരേണ്ടത് ഫസ്റ്റ് ഓപ്ഷനാണ്. 58th ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ. സോ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ന്യൂമറിക്കൽ സാധനങ്ങളൊന്നും അതിനകത്ത് ചെയ്യാനില്ലായിരുന്നു. കോൺസെപ്ച്വലി തെർമോഡൈനാമിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കാണാം. Radius of the first excited state of helium ion is given as. Radius of the first excited state of helium ion is given as. So A0 ആണ് ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ്റെ റേഡിയസ് A0 ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അങ്ങനെയെങ്കിൽ A0 നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ പ്രകാരം അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പോട്ടെ, അപ്പോൾ A0 × n² ആണ് വരുന്നത് അല്ലേ. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി nth orbit of an element with atomic number Z will be A0 × n² എന്നാണ്. n² എന്നാണ് വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹീലിയം എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹീലിയം. അപ്പോൾ ഹീലിയം ആയതുകൊണ്ട് തന്നെ Z വാല്യൂ എന്ന് പറയുന്നത് 2 വരും. Z വാല്യൂ 2 വരും. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹീലിയം എന്ന് പറയുമ്പം n = 2 ആണ് വരേണ്ടത്. n = 2. ഗ്രൗണ്ട് സ്റ്റേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് n = 2 എന്ന് പറയുന്ന ആൾ. n = 2 ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക, വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ A0 മൾട്ടിപ്ലൈഡ് ബൈ n² 2² ഡിവൈഡഡ് ബൈ Z വിൽ ബി 2. അപ്പോൾ ഒരു 2ഉം ഒരു സ്ക്വയറിൽ 2ഉം കൂടെ പോയി കഴിഞ്ഞാൽ വാല്യൂ വിൽ ബി 2A0 എന്ന് വരും. 2A0 എന്ന് വരും. സോ 59th ക്വസ്റ്റ്യൻ, അതായത് കെമിസ്ട്രി 9th ക്വസ്റ്റ്യൻ ആൻസർ വരേണ്ടത് ഓപ്ഷൻ 4 R = 2A0 എന്ന് വരണം. R = 2A0 എന്നാണ് വരേണ്ടത്. ഓക്കെ. സോ 59th ക്വസ്റ്റ്യൻ്റെ 4th വരും. ഓപ്ഷൻ 4 വരും. ഓപ്ഷൻ 4. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Given below are 2 statements. ആദ്യം ഒരു ഇനിഷ്യൽ സബ്സ്ട്രേറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് റിയാക്ഷൻ വിൽ അണ്ടർഗോ SN1 റിയാക്ഷൻ തോ ഇറ്റ് ഈസ് എ പ്രൈമറി ഹാലൈഡ്. SN1 റിയാക്ഷൻ തരും തോ ഇറ്റ് ഈസ് എ പ്രൈമറി ഹാലൈഡ്. ഓക്കെ. സോ നമുക്ക് നോക്കാം ആ പ്രൈമറി ഹാലൈഡ് SN1 മെക്കാനിസം തന്നാൽ എന്ത് പറ്റും എന്ന് നോക്കാം. SN1 മെക്കാനിസം വഴി റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ
ക്ലോറിൻ താനെ അയണൈസ് ചെയ്ത് പോകണം, Cl മൈനസ് ആയിട്ട് പോകുമ്പോൾ that leaves us with a carbocation. Considering the carbocation, it is nothing but a primary carbocation, but this carbocation is stabilized by the resonance involving the lone pairs of oxygen. ഓക്സിജൻ്റെ ലോൺ പെയർസ് വെച്ച് ഈ സ്പീഷ്യസ് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പോൾ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാർബോക്യാറ്റോണെ കിട്ടുന്നതുകൊണ്ട് ഇതിന് SN1 റിയാക്ഷൻ തരാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുകയൊക്കെ ചെയ്യും. SN1 റിയാക്ഷൻ തരാൻ പറ്റുകയൊക്കെ ചെയ്യും. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ആ കാർബോക്യാറ്റോൺ ശരിക്കും സ്റ്റെബിലൈസ്ഡ് ആണ്, ബൈ റെസണൻസ് ആണ്, ബൈ റെസണൻസ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. വാട്ട് അബൌട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2? Statement 2 says that a compound has been given, neopentyl chloride will not undergo SN2 reaction very easily, though it is a primary halide. SN2 റിയാക്ഷൻ അത്ര പെട്ടെന്ന് തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, തരത്തില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് തരാനായിട്ട് പറ്റത്തില്ല പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിലും. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിരുന്നിട്ടും എന്തുകൊണ്ട് SN2 റിയാക്ഷൻ തരാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് പറ്റത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബൾക്കി ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണ്, ഭയങ്കര സ്റ്റെറിക്കലി ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ആണ്. ആ ക്രൗഡഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിലേക്ക് ഒരു ന്യൂക്ലിയർ ഫൈലിന് ബാക്ക് സൈഡ് അറ്റാക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ന്യൂക്ലിയർ ഫൈലിന് ഒരു ബാക്ക് സൈഡ് അറ്റാക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ദെയർഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്? വിൽ നോട്ട് അണ്ടർഗോ SN2 റിയാക്ഷൻ വെരി ഈസിലി എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. സോ ബോത്ത് 1 and 2 ആർ കറക്റ്റ് വരും. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ correct. Okay, both the statements are true. Both statements are true. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Given below are 2 statements. Statement 1 statement 2. Statement type question തന്നെ. 1 mole of propane react with the excess of sodium to liberate half a mole of hydrogen gas. ശരിയാണോ നോക്കാം. പ്രൊപ്പൈൻ അല്ലേ, 3 C ട്രിപ്പിൾ ബോണ്ട് CH. ഒരു ടെർമിനൽ ആൽക്കൈൻ ആണ്. ടെർമിനൽ ആൽക്കൈൻസിലെ ഹൈഡ്രജൻ അസിഡിക് ആണ്. സോ ആക്റ്റീവ് മെറ്റലുമായിട്ട് ഇവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ടും അതുപോലെ ആക്റ്റീവ് മെറ്റലുമായിട്ടും ഒക്കെ റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്റ്റീവ് മെറ്റലുമായിട്ട് എത്ര മോളെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1 mole ഓഫ് പ്രൊപ്പൈൻ എടുത്തു കഴിഞ്ഞാൽ, ഇത് 1 mole, അത് 1 mole സോഡിയമായിട്ട് റിയാക്ട് ചെയ്താൽ 1 mole പ്രൊപ്പൈൻ റിയാക്ട് വിത്ത് എക്സസ് ഓഫ് സോഡിയം എന്ന് പറയുന്നത് പോട്ടെ. എക്സസ് ഓഫ് സോഡിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 mole പ്രൊപ്പൈനകത്ത് 1 mole H+ അയോൺസേ ഉള്ളൂ. സോ ആ H+ അയോൺസുകളെല്ലാം ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് വരുമ്പോൾ 1/2 mole ഹൈഡ്രജൻ അല്ലേ കാണത്തുള്ളൂ. 1/2 mole ഹൈഡ്രജനും ബാക്കിയുള്ളത് സോഡിയം സോൾട്ടും ആയിരിക്കും. CH3 C ട്രിപ്പിൾ ബോണ്ട് C മൈനസ് Na+ ആയിരിക്കും കാണുക. അപ്പോൾ 1/2 mole, 1 mole പ്രൊപ്പൈൻ എടുത്താൽ 1/2 mole ഹൈഡ്രജനെ കിട്ടത്തുള്ളൂ. അത് തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? 1 mole ഓഫ് പ്രൊപ്പൈൻ റിയാക്ട് വിത്ത് എക്സസ് ഓഫ് സോഡിയം ടു ലിബറേറ്റ് 1/2 mole ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ശരി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 1 mole പ്രൊപ്പൈൻ എടുത്താൽ 1/2 moles ഓഫ് ഹൈഡ്രജൻ മാത്രമേ കിട്ടത്തുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. 4 grams ഓഫ് പ്രൊപ്പൈൻ റിയാക്ട് വിത്ത് NaNH2 ലിബറേറ്റ് അമോണിയ ഗ്യാസ് വിച്ച് occupies 224 ml at STP. Let's see whether it is true or false. So 4 grams of propine. അപ്പോൾ ആദ്യം റിയാക്ഷൻ എഴുതാം. പ്രൊപ്പൈൻ റിയാക്ട്സ് വിത്ത് സോഡ അമൈഡ് NaNH2 അല്ലേ, NaNH2. So 4 grams of propine reacts with the NaNH2. So this will be 4 grams. React with NaNH2 releasing CH3 C triple bond C minus Na+, and you could get NH3. So 1 mole propine എടുത്താൽ 1 mole propine will give 1 mole ammonia. 1 mole ammonia. So at STP the molar volume of ammonia will be 22.4 liters or 22,400 ml. 22,400 ml. So 1 mole of propine weighs, let's see the weight of propine, molar weight, molar mass of propine. So 3 carbons are there, so there will be 36 plus 3 hydrogen plus 1 hydrogen, 4. So therefore that will be 40 gram. Molar mass of propine is 40 gram. So 40 grams of propine gives 22,400 ml of ammonia at STP.
Then what about 4 grams? That's our concern. 4 grams of propine will give 1/10th of that quantity. So 2240. Okay. 2240 ml at STP. 2240 ml at STP. But they have mentioned it as 224 ml at STP. But that's not correct. That will give 2240 ml at STP. So statement 2 incorrect ആണ്. Statement 2 incorrect. Statement 1 correct, 2 incorrect. Statement 1 is correct, but 2 is incorrect. 61st question, first option. Then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. So hope you got it. Let's see the next question. A vessel at 1000 Kelvin contains carbon dioxide with a pressure of 0.5 atm. Some of the carbon dioxide is converted into carbon monoxide on adding graphite. If the total pressure at equilibrium is 0.8 atmosphere, then the Kp is. So equilibriumത്തിൽ നിന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ. സോ ഇനിഷ്യലി കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരുന്നു. ആ കാർബൺ ഡയോക്സൈഡിലേക്ക് ഗ്രാഫൈറ്റിനെ ആഡ് ചെയ്തപ്പോൾ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യലി ഉണ്ടായിരുന്ന ഇനിഷ്യൽ ചേഞ്ച് ഇക്വിലിബ്രിയം നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനിഷ്യൽ ചേഞ്ച് ഇക്വിലിബ്രിയം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കാർബൺ ഡയോക്സൈഡ് ഇനിഷ്യലി ഉണ്ടായിരുന്നത് പ്രഷർ 0.5 ATM-ലാണ് ഇരുന്നത്. 0.5 ATM-ലാണ് പ്രഷറിലിരുന്നത്. കാർബൺ സോളിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കൂട്ടേണ്ട കാര്യമില്ല. കാരണം ഇക്വിലിബ്രിയത്തിൽ പ്യുവർ സോളിഡിനും പ്യുവർ ലിക്വിഡിനും വലിയ പ്രസക്തി ഇല്ല, സിഗ്നിഫിക്കൻസ് ഇല്ല. കാർബൺ മോണോക്സൈഡിനെ നോക്കുവാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഇനിഷ്യലി ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ 0 ആണ്. ചേഞ്ച് വന്നത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ എക്സ് എന്ന് പറയുന്ന ഡ്രോപ്പാണ് പ്രഷറിൽ വന്നതെന്ന് അസ്യൂം ചെയ്തു. എക്സ് പ്രഷർ ഡ്രോപ്പ് ചെയ്തു. സോ ഇതൊരു 1:2 സിസ്റ്റം ആയതുകൊണ്ട് പ്രഷറിൽ എക്സിൻ്റെ ഡ്രോപ്പാണ് വന്നതെങ്കിൽ അവിടെ 2x ആയിരിക്കും വരുന്നത്. 2x പ്രഷർ ഇൻക്രീസ് ആയിരിക്കും അപ്പിയർ ചെയ്യുന്നത്. കാരണം വോളിയം കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചറും കോൺസ്റ്റൻറ്റ്, ആറും കോൺസ്റ്റൻ്റ് ആകുന്ന സ്ഥിതിക്ക്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റും കോൺസ്റ്റൻ്റ് ആകുന്ന സ്ഥിതിക്ക് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആണ്. സോ കാർബൺ ഡയോക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്ര മടങ്ങ് കുറയുന്നോ അത്രയും തന്നെ പ്രഷർ കുറയും. കാർബൺ മോണോക്സൈഡിൻ്റെ പ്രഷർ നമ്പർ ഓഫ് മോൾസ് എത്ര കൂടുന്നോ അത്രയും തന്നെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോറിലേഷൻ പ്രഷർ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എടുക്കാം. സോ കാർബൺ ഡയോക്സൈഡിൻ്റെ വാല്യൂ കുറഞ്ഞു, കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രഷറിൽ ഡ്രോപ്പ് വന്നു. സോ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രഷർ കൂടി. So at equilibrium, what will be left behind is 0.5 minus x, അത്രയും കാർബൺ ഡയോക്സൈഡ് ബാക്കി കാണും. ആൻഡ് 2x പ്രഷർ ആയിരിക്കും കാർബൺ മോണോക്സൈഡിൻ്റെ കാണുന്നത്. 2x പ്രഷർ ആയിരിക്കും കാർബൺ മോണോക്സൈഡിൻ്റെ കാണുന്നത്. സോ ഇത് വെച്ചൊരു കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദ ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം ഈസ് 0.8 എന്ന് പറയുന്നുണ്ട്. ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം is 0.8. കാർബൺ ഡയോക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും പ്രഷറിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 0.8 ആണ്. സോ 0.5 മൈനസ് എക്സ് പ്ലസ് 2x വിൽ ബി ഈക്വൽ ടു 0.8 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ക്യാൻസലിങ് ദിസ് എക്സ്, ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഗോയിങ് ടു ബി 0.8 മൈനസ് 0.5. സോ ദാറ്റ് വിൽ ബി 0.3. എക്സിൻ്റെ വാല്യൂ 0.3 ആണ്. എക്സിൻ്റെ വാല്യൂ 0.3 ആണെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയയിൽ ബാക്കിയുള്ളവരൊക്കെ നോക്കാം. കാർബൺ ഡയോക്സൈഡ് ഇക്വിലിബ്രിയയിൽ 0.5 മൈനസ് 0.3, that will be 0.2 കാണും. 0.2 ATM ആയിരിക്കും കാർബൺ ഡയോക്സൈഡ് ഇക്വിലിബ്രിയം പ്രഷർ. ആൻഡ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ 2 × 0.3, ദാറ്റ് വിൽ ബി 0.6 ATM ആയിരിക്കും ഇക്വിലിബ്രിയയിൽ ബാക്കി കാണുക. അപ്പം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എക്സ്പ്രഷൻ പ്രകാരം കെ പിയുടെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ കെ പി ഈസ് ഗോയിങ് ടു ബി ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് വരും. കെ പിയുടെ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. സോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് സ്ക്വയർ എന്ന് പറയുമ്പം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് സ്ക്വയർ വിൽ ബി 0.6 സ്ക്വയർ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് പാർഷ്യൽ പ്രഷർ 0.2. സോ 0.6 × 0.6 ഡിവൈഡഡ് ബൈ 0.2. സോ അങ്ങനെയെങ്കിൽ നെസസറി ക്യാൻസലേഷൻസ് ചെയ്യുമ്പോൾ 0.2ഉം 0.6 കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും 0.3. സോ 0.6 0.3 അല്ല, വെറും 3 അല്ലേ, വെറും 3. സോ 0.6 by 0.2 3 എന്ന് വരും. സോ ദെയർഫോർ 3 × 0.6 വരുമ്പോൾ 1.8 ATM എന്ന് വരും. 1.8 ATM. സോ കെ പിയുടെ എക്സ്പ്രഷൻ, കെ പിയുടെ വാല്യൂ ഓഫ് കെ പി എന്ന് പറയുന്നത് 1.8 ആയിരിക്കും. 1.8. സോ ഓപ്ഷൻ 2 വരും. ഓക്കെ, 62nd ക്വസ്റ്റ്യൻ ഓപ്ഷൻ 2 ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹോപ്പ് യു ക്യാൻ സീ ദിസ് തിങ്സ്.
The IUPAC name of the following compound is. Okay, IUPAC name of the following compound is. ഇതൊരു ടൈപ്പോ വന്നിട്ടുണ്ട് ശരിക്കും. This is 5. This is 2. Okay, that's correct. So, അങ്ങനെയെങ്കിൽ IUPAC name of the following compound നോക്കുകയാണെങ്കിൽ IUPAC name of the following compound നോക്കുകയാണെങ്കിൽ ആ കോമ്പൗണ്ടിനകത്ത് 2 ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്. 2 ഫങ്ഷണൽ ഗ്രൂപ്പ്, if more than one functional group is present in a compound, one of the functional group is arbitrarily taken as this principal functional group based on the priority sequence. അങ്ങനെയെങ്കിൽ priority sequence പ്രകാരം priority കൂടിയ ആൾ കാർബോക്സിലിക് ആസിഡ് ആണ്. ഇത് principal functional group and this must be the substituent. Substituent ആകുമ്പോൾ പ്രിഫിക്സ് നെയിം വേണം. സോ എസ്റ്ററിനെ നമ്മൾ വിളിക്കുന്നത് ആൽക്കോക്സി കാർബണൈൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആൽക്കോക്സി കാർബണൈൽ. ഇവിടുത്തെ ആൽക്കോക്സി എന്ന് പറയുന്നത് മീഥൈൽ ആയതുകൊണ്ട് നമുക്കതിനെ മെത്തോക്സി കാർബണൈൽ എന്ന് വിളിക്കാം. മെത്തോക്സി കാർബോണൈൽ. ഓക്കെ. ആൻഡ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ്. കാർബണിൽ നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5. സബ്സ്റ്റിറ്റ്യൂവൻ്റ് നമ്മൾ കൂട്ടത്തില്ല, 6. സോ അങ്ങനെയെങ്കിൽ 2-ലൊരു മീഥൈലുണ്ട്, 5-ലൊരു മെത്തോക്സി കാർബണൈലുണ്ട്. ആൽഫബറ്റിക്കലി നോക്കുമ്പോൾ മീഥൈൽ വേഴ്സസ് മെത്തോക്സി. METH ഇവിടെയാണെങ്കിൽ Y, അവിടെയാണെങ്കിൽ OA. സോ ആൽഫബറ്റിക്കൽ പ്രിഫറൻസ് മെത്തോക്സിക്ക് പോകും. മെത്തോക്സി. സോ ദ IUPAC നെയിം വിൽ ബി 5 മെത്തോക്സി കാർബണൈൽ. Then there is a methyl group at the second carbon atom. So 2 methyl hexanoic acid. 2 methyl hexanoic acid. 5 methoxycarbonyl, 2 methyl hexanoic acid. So 5th question option 4 വരും. option 4 വരും. 63 option 4 വരും. 13th question ആയിരുന്നു അല്ലേ? 13th question option 4 വരും. Let's see the 14th question from chemistry. 64th question. Which of the following electrolyte can be used to obtain H2S2O8, peroxide disulfuric acid, also known as Marshall's acid. Marshall's acid by the process of electrolysis. അപ്പോൾ Marshall's acidനെ ഇലക്ട്രോളിസിസ് വഴി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ബൈസൾഫേറ്റ് വേണം, HSO4- വേണം. ആ HSO4- കിട്ടണമെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുത്താൽ മാത്രമേ നമുക്ക് ആ ബൈസൾഫേറ്റിനെ കിട്ടി അതിനുശേഷം ദ മാർഷാൽസ് ആസിഡിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, H2S2O8 ആക്കി മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. സോ ദ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ അവിടെ വേണ്ട ഇലക്ട്രോലൈറ്റ് നിർബന്ധമായിട്ടും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് തന്നെയായിരിക്കും. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അതൊരു ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 64th question ഓപ്ഷൻ 3 വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാർഷൽസ് ആസിഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡിനെ ഇലക്ട്രോലൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 65th question. The compound which give positive Fellings test. നമുക്കറിയാം പോസിറ്റീവ് ഫെലിങ്സ് ടെസ്റ്റ് തരണമെങ്കിൽ ചില കണ്ടീഷൻസിൽ ഒന്നാണ് അവർ ആലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആയിരിക്കണം. ആരോമാറ്റിക് തരത്തില്ല, ആലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആയിരിക്കണം. അതുപോലെ ടെർമിനൽ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺസ് ആണെങ്കിൽ ഇവർ തരും, ലൈക്ക് ഫ്രക്ടോസ് അല്ലെങ്കിൽ കീറ്റോ ഹെക്സോസ് ഫാമിലിയിൽ വരുന്നവർ, അവർക്കൊക്കെ ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരാനായിട്ട് പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ആൽഡിഹൈഡ് ചെയിന് ഒരു ആലിഫാറ്റിക് കാർബണിൽ കണക്റ്റഡ് ആണെങ്കിലും ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരാം. അപ്പോൾ ഫെലിങ്സ് ടെസ്റ്റ് തരുന്നവരെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ബെൻസാൽഡിഹൈഡ് ആണ്. ഹോപ്പ് യു ക്യാൻ സീ ദിസ്. സോ ബെൻസാൽഡിഹൈഡ് ആണ്. ബെൻസാൽഡിഹൈഡ് ഒരു ആലിഫാറ്റിക് ആൽഡിഹൈഡ് അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആൽക്കൈൽ ആൽഡിഹൈഡ് അല്ലാത്തത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കതിനെ അല്ലെങ്കിൽ ഫെലിങ്സ് ടെസ്റ്റ് തരത്തില്ല സാധനം. കീറ്റോൺസും നമ്മൾ പറയുന്ന കാറ്റഗറി ടെർമിനൽ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ അല്ലാത്ത കീറ്റോണുകളൊന്നും ഫെലിങ്സ് ടെസ്റ്റ് തരില്ല. പക്ഷേ അടുത്തയാൾ നോക്കാം. അടുത്തയാൾ വന്നിരിക്കുന്നത് CH2OH CO, CHOH thrice, CH2OH. സോ ഇതൊരു കീറ്റോ ഹെക്സോസിനെയാണ് തന്നിരിക്കുന്നത്. കീറ്റോ ഹെക്സോസ് അല്ലെങ്കിൽ കീറ്റോസിസ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ്. കീറ്റോസിസ് എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ് ഈ റിയാക്ഷൻ തരും അല്ലെങ്കിൽ ഫെലിങ്സ് ടെസ്റ്റ് തരും. വൈ? ബിക്കോസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ ടെർമിനൽ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ. കീറ്റോ ഗ്രൂപ്പിന്റെ തൊട്ടിപ്പുറത്തെ കാർബൺ CH2OH ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് ഈ ടെസ്റ്റ് തരാൻ പറ്റും. സോ ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരും.
ആൻഡ് ഡി സാധാരണ ഒരു ആൽഫാറ്റിക് ആൽഡിഹൈഡ് അസറ്റാൽഡിഹൈഡ് നിർബന്ധമായിട്ട് ഉറപ്പായിട്ട് ടെസ്റ്റ് തരും. ഈയിലെ ആൽഡിഹൈഡും ഒരു ബെൻസീൻ റിങ്ങും വന്നിട്ടുണ്ട്, പക്ഷേ ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ മെഥിലീൻ ഗ്രൂപ്പ് ഉണ്ട്. സോ ആൽഡിഹൈഡിക് ചെയിൻ ഒരു ആൽക്കൈൽ ചെയിനിലേക്ക് കണക്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് ഫെലിങ്സ് ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരാനായിട്ട് പറ്റും. സോ ഫെലിങ്സ് ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരുന്നവരെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കീറ്റോ ഹെക്സോസ് തരും, സാധാരണ ഒരു ആൽഡിഹൈഡ് തരും, പിന്നെ അതൊരു അരാൽക്കൈൽ ആൽഡിഹൈഡ് കാറ്റഗറി. അപ്പോൾ ആൽക്കൈൽ ചെയിനിൽ ആൽഡിഹൈഡ് വന്നിരിക്കുന്നതുകൊണ്ട് അവർക്കും ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരാം. സോ ടെസ്റ്റ് പോസിറ്റീവായിട്ട് തരുന്നവരെ നോക്കുകയാണെങ്കിൽ CDE വരണം, CDE വരണം, CDE വരണം. 65th ക്വസ്റ്റ്യൻ CDE വരും, CDE only 65th. അടുത്ത നോക്കുകയാണെങ്കിൽ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സസ് ദ CFSC ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിംഗ് വിൽ ബി ഈക്വൽ ടു 0, ഡെൽറ്റ O വിൽ ബി 0. ഡെൽറ്റ O 0 ആവണമെങ്കിൽ നമുക്കറിയാം രണ്ട് കണ്ടീഷൻസിലാണ് ഡെൽറ്റ O 0 ആകുന്നത്. ഒന്ന് ഹൈസ്പിൻ D5 കോൺഫിഗറേഷനിൽ, ഹൈസ്പിൻ D5 കോൺഫിഗറേഷനിൽ ഡെൽറ്റ O വാല്യൂ 0 ആയിരിക്കും. അതുപോലെ തന്നെ D10 കോൺഫിഗറേഷനിലും ഡെൽറ്റ O വാല്യൂ 0 ആയിരിക്കും. D10 കോൺഫിഗറേഷനിലും ഡെൽറ്റ O വാല്യൂ 0 ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷൻസിലാണ് ശരിക്കും CFSC 0 വരേണ്ടത്, CFSC വാല്യൂ 0 വരേണ്ടത്. നമുക്ക് നോക്കാം. FeNH3 6 times Br2, FeNH3 6 times Br2 ആകുമ്പോഴേക്കും അവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നൈട്രജൻ NH3 0 ആണ്, ബ്രോമിൻ -1 ആണ്. സോ 2 ബ്രോമിൻ ഉള്ളതുകൊണ്ട് അയൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അയൺ +2 എന്ന് പറയുമ്പോഴേക്കും സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ D6S2 കോൺഫിഗറേഷൻ ആണ്. D6S2 കോൺഫിഗറേഷനിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയപ്പോൾ D6 കോൺഫിഗറേഷൻ അയൺ 2ൽ അമോണിയ എന്ന് പറയുന്നയാൾ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യും. സോ അമോണിയ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പെയറിങ് നടത്തിക്കും. അയൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ അയൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ D6 കോൺഫിഗറേഷൻ കാണിക്കും. D6 കോൺഫിഗറേഷൻ നമുക്കറിയാം, അമോണിയ എന്ന് പറഞ്ഞ ആ ഒരു കേസിൽ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ബിഹേവ് ചെയ്ത് അതിനെ പെയറിങ് നടത്തിക്കും. പെയറിങ് നടത്തിച്ച് കഴിയുമ്പോഴേക്കും 6 ഇലക്ട്രോൺസ് പെയർഡായിട്ട് നിൽക്കും. സോ ഇത് ലോ സ്പിൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ലോ സ്പിൻ സ്റ്റേറ്റ് വരുമ്പോഴേക്കും 6 ഇലക്ട്രോൺസ് ഉണ്ട്. 6 ഇലക്ട്രോൺസ് അവരുടെ CFSC എന്ന് പറയുമ്പോഴേക്കും 0.4 ഡെൽറ്റ O ആണ്, -0.4 ഡെൽറ്റ O വരും. ആൻഡ് 3 ഇലക്ട്രോൺസിനെ ഫോഴ്സ്ഫുള്ളി പെയർ ചെയ്യിപ്പിച്ചുകൊണ്ട് 3 പെയറിംഗ് എനർജിയും വരും. സോ ദാറ്റ് വാല്യൂ വിൽ ബി ഇറ്റ് ഈസ് നോട്ട് ഇറ്റ്സ് എ നോൺ സീറോ വാല്യൂ ആണ്, അപ്പം 1 വരത്തില്ല എന്തായാലും. ദെൻ അവിടെ കിടക്കുന്നത് എത്തിലീൻ ഡയമീൻ ആണ്, EN അല്ലേ, എത്തിലീൻ ഡയമീൻ ആണ് കിടക്കുന്നത്. സോ EN വരുന്ന കേസിൽ Fe ഇതൊരു കിലേറ്റിംഗ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് ഫീൽഡ് ആണ്, പെയറിങ് നടത്തിക്കും. പോട്ടെ, അയൺ എന്ന് പറയുന്ന അപ്പം ഇത് 0 ആണ്, ക്ലോറിൻ എന്ന് പറയുന്ന -1 സ്റ്റേറ്റിലാണ്. സോ അയൺ ഇരിക്കുന്നത് +3 ഓക്സിഡേറ്റീവ് സ്റ്റേറ്റിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് D6 കോൺഫിഗറേഷൻ ആയിരുന്നു, ഇത് D5 കോൺഫിഗറേഷൻ. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ മാറും. അപ്പോഴും നോൺ സീറോ തന്നെയാണ് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ, നോൺ സീറോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോൺ സീറോ വരും. പോട്ടെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ഹൈസ്പിന് D5ഉം അതുപോലെ തന്നെ D10 കോൺഫിഗറേഷനിലുമാണ് ശരിക്കും 0 വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആ 2 കണ്ടീഷൻ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്താൽ മതി. K4FeCN 6 times, K4FeCN 6 ടൈംസിൽ അയൺ എന്ന് പറയുന്നത് ദിസ് ഇസ് പൊട്ടാഷ്യം ഹെക്സാസൈനൈഡ് ഓഫ് ഫെറൈറ്റ് 2 ആണ്. ഫെറൈറ്റ് 2 ആകുമ്പോഴേക്കും അയൺ +2 ആകുന്ന സമയത്ത് D6 കോൺഫിഗറേഷൻ സയനൈഡ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് പെയറിങ് നടത്തിച്ച് കഴിയുമ്പോൾ D6 ലോ സ്പിൻ വരും. ലോ സ്പിന്നിൽ നോൺ സീറോ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ അത് കണ്ടു. പക്ഷേ ഈ സാധനം നോക്കി, പൊട്ടാഷ്യം ഹെക്സാതയോസയനേറ്റോ അല്ലെങ്കിൽ ഹെക്സാതയോസയനേറ്റോ എസ്, ഓക്കെ, ഹെക്സാതയോസയനേറ്റോ അയൺ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. തയോസയനേറ്റോ -1 ആണ്, സോ ഇത് +1 ആണ്. സോ 3 + x -6 = 0 എന്ന് വരണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? +3 വരില്ലേ? എക്സിൻ്റെ വാല്യൂ +3. സോ അയൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിൽക്കുന്നു. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുള്ളത്, തയോസയനേറ്റ് എന്ന് പറയുന്നയാൾ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ആ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടുള്ള തയോസയനേറ്റ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ D5 കോൺഫിഗറേഷൻ 5 ഇലക്ട്രോൺസുകളെ എന്ത് ചെയ്യിക്കും? പെയർ ചെയ്യാൻ നിർത്തും. വീക്ക് ഫീൽഡ് ലിഗാൻഡാ,
അപ്പോൾ സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലല്ല. ഈ T2G EG ലെവൽ തമ്മിലുള്ള ഗ്യാപ്പ് ഒരുപാട് കൂടുതലല്ല, ഭയങ്കര അടുത്തായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് പെയറിങ് നടക്കാതെ വരും. സോ ഹൈ സ്പിൻ D5 കോൺഫിഗറേഷൻ അവരുടെ CFSE എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഇൻ ദി ഒക്ടാഹെഡ്രൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, 66 ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റായിട്ട് വരണത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അറേഞ്ച് ദ ഫോളോയിങ് സൊല്യൂഷൻസ് ഇൻ ദി ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിങ് ബോയിലിംഗ് പോയിന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബോയിലിംഗ് പോയിന്റ്സ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ TB എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് IKF ഇൻറ്റു മൊളാലിറ്റി ആണ്. അപ്പോൾ ഇതിൽ IKFിൻ്റെ മൊളാലിറ്റി ഓരോരുത്തരും നോക്കാം. കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിൽ NaClൻ്റെ I വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. I വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ അസ്യൂം ദാറ്റ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ്സ്. പക്ഷേ യൂറിയയുടെ I വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയെങ്കിൽ I ഇൻറ്റു മൊളാലിറ്റി ഈ ക്വാണ്ടിറ്റി കൂടി നിൽക്കുമ്പം എലിവേഷൻ ഇൻ ദ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. ഡെൽറ്റ TB കൂടുതലാണെങ്കിൽ TBയുടെ വാല്യൂ കൂടുതലായിരിക്കും. ആക്ച്വൽ ബോയിലിംഗ് പോയിന്റിനേക്കാൾ ഒത്തിരി കൂടുതലായിരിക്കും വരുന്നത്. സോ I വാല്യൂ I ഇൻറ്റു മൊളാലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണോ അവർക്കായിരിക്കും ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ. I ഇൻറ്റു മൊളാലിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ I ഇൻറ്റു മൊളാരിറ്റി എന്ന് പറയുമ്പോൾ മൊളാരിറ്റിയും ഈക്വൽ ആയിട്ട് എടുക്കാം, വേറെ വഴിയൊന്നുമില്ല നമ്മുടെ കയ്യിൽ. സോ 10⁻⁻4 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ഇത് 10⁻⁻4 തന്നെ ആ ക്വാണ്ടിറ്റി. പക്ഷേ ഇവിടെ നോക്കിയാൽ 10⁻⁻4 ഇൻറ്റു 2 എന്ന് പറയുമ്പം 2 ഇൻറ്റു 10⁻⁻4 വരും. സോ ഈ ക്വാണ്ടിറ്റി ആയിരിക്കും ഇതായിരിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ഇപ്പോൾ പറഞ്ഞ 4 പേരിൽ ഏറ്റവും ചെറുത് യൂറിയയുടെ ആയിരിക്കും. സോ 2-നായിരിക്കും ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കുറവുള്ള ആൾ, ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞാൽ വരുന്നയാൾ 1 ആയിരിക്കും. 1 കഴിഞ്ഞാൽ ഇത് 2 ഇൻറ്റു 10⁻³ വരും. ഇതാണെങ്കിൽ 2 ഇൻറ്റു 10⁻² വരും. അപ്പോൾ ഇതിൽ വലിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁻² തന്നെ. അപ്പോൾ 2 ഇൻറ്റു 10⁻³ ഉള്ള ആൾക്കായിരിക്കും നെക്സ്റ്റ് ഹയർ ബോയിലിംഗ് പോയിന്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും 4 വരുന്നത്. വൈ? ബിക്കോസ് ദിസ് ഇക്വേഷൻ സജസ്റ്റ് ദാറ്റ് I ഇൻറ്റു മൊളാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ ബോയിലിംഗ് പോയിന്റും കൂടുതലായിരിക്കും. സോ 67th ക്വസ്റ്റ്യൻ്റെ 2, 1, 3, 4 2, 1, 3, 4 ഫസ്റ്റ് ഓപ്ഷൻ വരും. 2 ലെസ് ദാൻ 1 ലെസ് ദാൻ 3 ലെസ് ദാൻ 4 ആയിരിക്കും. 67th ഫസ്റ്റ് ഓപ്ഷൻ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിയാക്ഷൻ സീക്വൻസ് ഇസ് പ്രൊവൈഡഡ്. അപ്പോൾ ആ സീക്വൻസിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ NO2 നൈട്രോബെൻസീനെ അസറ്റിക് ആസിഡിൽ ബ്രോമിനേഷൻ നടത്തിയിട്ടുണ്ട്. സോ ബ്രോമിനേഷൻ നൈട്രോബെൻസീൻ നമുക്കറിയാം NO2 ഗ്രൂപ്പ് എന്ന് പറയുന്നയാൾ ഒരു റിംഗ് ഡിയാക്ടിവേറ്റർ ആണ്. ആൻഡ് ആസ് വെൽ ആസ് -R ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവർ മെറ്റാ ഡയറക്ടർ ആണ്. സോ ഇൻകമിങ് ബ്രോമിൻ വിൽ അറൈവ് അറ്റ് ദ മെറ്റാ പൊസിഷനിലായിരിക്കും കിട്ടുന്നത്. മെറ്റാ ബ്രോമോ നൈട്രോബെൻസീനെ കിട്ടും. ഇതിനെ SN in HCl വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് SN in HCl മെറ്റൽ ഇൻ മെറ്റൽ ഡിസോൾവിങ് ആസിഡ്സ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. നൈട്രോബെൻസീനിനെ അവർ റെഡ്യൂസ് ചെയ്ത് അനലിനാക്കി മാറ്റും. സോ മെറ്റാ ബ്രോമോ അനലിനെ കിട്ടും. ആ മെറ്റാ ബ്രോമോ അനലിനെ NaNO2 HCl-ഉമായിട്ട് 273 കെൽവിനിൽ ട്രീറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കും? ഡയസറ്റൈസേഷൻ വിൽ ടേക്ക് പ്ലേസ്. ആ ഡയസറ്റൈസേഷൻ നടന്നു കഴിഞ്ഞാൽ N ട്രിപ്പിൾ ബോണ്ട് N+Cl- ഇവിടെ ഒരു ബ്രോമിൻ കാണും, മെറ്റാ ബ്രോമിൻ കാണും. പോട്ടെ, ഈ സാധനത്തിനെ ഫൈനലി എത്തനോളുമായിട്ട് ട്രീറ്റ് ചെയ്തു. സോ ഡയസോണിയം സോൾട്ടിനെ എത്തനോളുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ എത്തനോള് ഒരു 2 ഹൈഡ്രജൻ ഡോണറായിട്ട് ആക്ട് ചെയ്യും. 2 ഹൈഡ്രജൻ ഡോണറായിട്ട് ആക്ട് ചെയ്ത് ഇവിടേക്ക് 2 ഹൈഡ്രജനെ കൊടുത്ത് ഇത് ബ്രോമോ ബെൻസീനാക്കും. ഒരു ഹൈഡ്രജനെ ഫിനൈൽ എടുത്ത് ബെൻസീനായി മാറും. മറ്റേ ഹൈഡ്രജനെ ക്ലോറിൻ എടുത്ത് HCl ആയി മാറും. നൈട്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും. ആൻഡ് ദ ബൈ പ്രോഡക്റ്റ് വിൽ ബി അസറ്റാൽഡിഹൈഡ് ബൈ പ്രോഡക്റ്റിനെ തരികയും ചെയ്യും. സോ ഓർഗാനിക് പാർട്ടായിട്ട് നിങ്ങൾക്ക് 2 ആൾക്കാരെ വേണമെങ്കിൽ എടുക്കാം. 1 അസറ്റാൽഡിഹൈഡിനെ 2 ബ്രോമോ ബെൻസീനെ എടുക്കാം. സോ അങ്ങനെയെങ്കിൽ കറക്റ്റ് ആൻസർ വരുന്നത് acetaldehyde and bromobenzene and acetaldehyde will be your answer. So third option വരും. ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. Hope you got it. അടുത്ത നോക്കാം 69th ക്വസ്റ്റ്യൻ.
ഫ്രം ദി മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് NiCl4 2 മൈനസ് പാരാമാഗ്നറ്റിക് എന്ന് തന്നിട്ടുണ്ട്. NiCO നിക്കൽ ടെട്രാകാർബണൈൽ ഡയാമാഗ്നറ്റിക്, ചൂസ് ദ കറക്റ്റ് ജോമെട്രി ആൻഡ് ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ്. ഡയാമാഗ്നറ്റിക്കും ഒരാൾ പാരാമാഗ്നറ്റിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം രണ്ടുപേരെ. ഇതിന് നിക്കൽ മൈനസ് NiCl4 2 മൈനസ് ആണ്. NiCl4 2 മൈനസ് എന്ന് പറയുമ്പം നിക്കൽ എക്സ് ആയിട്ട് എടുത്താൽ അതിൻ്റെ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ് +2 വരും. നിക്കൽ +2 ആണെങ്കിൽ ദാറ്റ് വിൽ ബി D8 കോൺഫിഗറേഷൻ. D8 കോൺഫിഗറേഷനിൽ പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കണമെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് അൺപെയർഡ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇലക്ട്രോൺസ് അൺപെയർഡ് ആണ്. സോ D8 കോൺഫിഗറേഷനിൽ ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, D8 കോൺഫിഗറേഷനിൽ ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നു, അങ്ങനെയെങ്കിൽ D8 കോൺഫിഗറേഷൻ അൺപെയർഡ് ഇലക്ട്രോൺസ് 2 എണ്ണം. 4 ക്ലോറിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ 4 ഓർബിറ്റൽസ് വേണം. സോ 4 ഓർബിറ്റൽസ് ഇവിടെ ഫ്രീ ഇല്ല, D ഓർബിറ്റൽ ഫ്രീ ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത എസ്സും പിയും കൂടെ എടുത്തു. അപ്പോൾ ഒരു എസ്സും 3 പിയും കൂടെ വേണം 4 ക്ലോറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ. സോ ദ ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3 ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ വരും. sp3 ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ ആ സാധനം ടെട്രാഹീഡ്രൽ ആയിരിക്കും. ടെട്രാഹീഡ്രൽ ആയിരിക്കും വരുന്നത്. ആൻഡ് നിക്കൽ ടെട്രാകാർബണൈലിനെ നോക്കാം. നിക്കൽ ടെട്രാകാർബണൈൽ എന്നാ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഐ എം ജസ്റ്റ് ഗോയിങ് ടു റൈസ് ദിസ്. ഓക്കെ, അവരൊരു കാര്യം പറഞ്ഞു, നിക്കൽ ടെട്രാകാർബണൈലിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പോലും ഇല്ല. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദെയർ ഇസ് നോ അൺപെയർഡ് ഇലക്ട്രോൺസ്. ആൻഡ് നിക്കൽ ടെട്രാകാർബണൈലിൽ നിക്കലിൻ്റെ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ് 0 ആണ്. 0 ആയിട്ടിരിക്കുമ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നും വരരുതെങ്കിൽ അത് D10 കോൺഫിഗറേഷനിലായിരിക്കണം. കാരണം D8S2 ആണ്. 2 ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് ചാടിച്ച് അൺപെയ്ഡ് ഇലക്ട്രോൺസിനെ ഒന്നും ഇല്ലാതെയാക്കി. സോ D10 കോൺഫിഗറേഷൻ. ആ D10 കോൺഫിഗറേഷനിൽ നിൽക്കുമ്പോൾ 4 കാർബണൈലിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ 4 വേക്കൻറ്റ് ഓർബിറ്റൽസ് വേണം. സോ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്സും 3 പി ഓർബിറ്റലിനെയും കൂടെ എടുത്തു. ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3 ഹൈബ്രിഡൈസ്ഡ് ആവും. sp3 ഹൈബ്രിഡൈസ്ഡ് ആകുമ്പോൾ ജോമെട്രി സ്റ്റില് ടെട്രാഹീഡ്രൽ തന്നെ. സോ അങ്ങനെയെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസിൽ നിക്കൽ +2 ആയിരുന്നു. നിക്കൽ +2 ആണ്, പക്ഷേ ടെട്രാഹീഡ്രൽ ആണ്. നിക്കൽ +2 ആണ്, ടെട്രാഹീഡ്രൽ ആണ്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നിക്കൽ 0 ആണ് ആൻഡ് ടെട്രാഹീഡ്രൽ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. +2 ടെട്രാഹീഡ്രലും 0 ടെട്രാഹീഡ്രലും. സോ 69th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ 2 വരും. ഓപ്ഷൻ 2. 70th ക്വസ്റ്റ്യൻ നോക്കാം. 70th ക്വസ്റ്റ്യൻ, ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. പ്രൊപ്പീൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം പറ്റുമോ? പ്രൊപ്പീൻ ഒരു ടെർമിനൽ ആൽക്കീൻ അല്ലേ? ടെർമിനൽ ആൽക്കീൻ ജോമെട്രിക്കൽ കാണിക്കാൻ പറ്റുമോ? 2 ഹൈഡ്രോജൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെ വന്നാലും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാനായിട്ട് പറ്റില്ല. ട്രാൻസ് ഐസോമേഴ്സ് ഹാസ് ഐഡന്റിക്കൽ ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ഡബിൾ ബോണ്ട്. അത് ശരിയാണ്. സോ ഇഫ് യു ഹാവ് a carbon-carbon double bond substituted with the 2 groups like A and B. ഇവിടെ A ഉണ്ട്, അല്ലെങ്കിൽ CH3 തന്നെ ആയിക്കോട്ടെ, But2 ആയിക്കോട്ടെ. സോ But2 ട്രാൻസ് ഐസോമർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കും വിത്ത് ദ ഹൈഡ്രജൻസ് ആർ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി പ്ലെയിൻ ആൻഡ് CH3 ഗ്രൂപ്പ്സ് ആർ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി പ്ലെയിൻ. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ സിമിലർ ഗ്രൂപ്പ്സുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. So therefore that will be the trans isomer. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ് ഐസോമേഴ്സ് ഹാസ് ഐഡന്റിക്കൽ ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ഡബിൾ ബോണ്ട്. അപ്പോൾ ശരിയാണ്, ബി കറക്റ്റ് ആണ്. ഇൻകറക്റ്റ് ആയിട്ട് ഇപ്പോൾ A കിട്ടിയിട്ടുണ്ട്. ആൻഡ് C, സിസ് ബ്യൂട്ടറ്റൂയിൻ ഹാസ് ഹയർ ഡൈപോൾ മൊമെന്റ് ദാൻ ട്രാൻസ് ബ്യൂട്ടറ്റൂയിൻ. അതും ശരിയായിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. അയ്യോ മായ്ക്കണ്ടല്ലോ, അത് തന്നെയായിരുന്നല്ലേ. സിസ് ബ്യൂട്ടറ്റൂയിൻ, ഇത് ട്രാൻസ് ബ്യൂട്ടറ്റൂയിൻ. സിസ് ബ്യൂട്ടറ്റൂയിനെ വരയ്ക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. സിസ് ബ്യൂട്ടറ്റൂയിനിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp3 ഹൈബ്രിഡൈസിനെക്കാട്ടിലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ sp2 ആയതുകൊണ്ട് സിഗ്മ ബോണ്ടിങ് ഇലക്ട്രോൺ ക്ലൗഡിനെ പിടിച്ചു വലിക്കും. സോ ഇത് രണ്ടും കൂടെ പിടിച്ചു വലിക്കുന്നതിൻ്റെ റിസൾട്ടൻ്റ് കാണുന്നതാ ഇങ്ങോട്ടായിരിക്കും. റിസൾട്ടൻ്റ് കാണുന്നതാ ഇവിടേക്കായിരിക്കും. സോ മറിച്ച് നിങ്ങൾ ട്രാൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രാൻസ് ഐസോമറിൻ്റെ കേസിൽ
sp3യിൽ നിന്ന് ഇലക്ട്രോൺ ക്ലൗഡിനെ പിടിച്ചു വലിക്കും, sp3യിൽ നിന്ന് ഇലക്ട്രോൺ ക്ലൗഡിനെ പിടിച്ചു വലിക്കും. പക്ഷെ പിടിച്ചു വലിക്കുന്ന കാരണം ദീസ് ഡൈപോൾസ് ആർ ആക്ച്വലി ഓപ്പോസിങ് ഈച്ച് അതർ. അങ്ങനെ ഡൈപോൾസ് ഒപ്പോസ് ചെയ്യുന്ന കാരണം ദ ക്യാൻസൽഡ് ആയി പോവും. സോ ദേ ഡു ഹാവ് എ സീറോ ഡൈപോൾ മൊമെന്റ്, വേറാസ് ഇവരുടെ കേസിൽ റിസൾട്ടൻ്റ് ഉണ്ട്, സോ നോൺ സീറോ ഡൈപോൾ മൊമെന്റ്. സോ സിസ് ബ്യൂട്ടറ്റൂയിൻ ഹാസ് ഹയർ ഡൈപോൾ മൊമെന്റ് ദാൻ ട്രാൻസ് ബ്യൂട്ടറ്റൂയിൻ. ശരിയാണ്, ട്രാൻസ് ബ്യൂട്ടറ്റൂയിൻ്റെ കേസിലെ ഡൈപോൾ മൊമെന്റ് സീറോയും സിസ് ബ്യൂട്ടറ്റൂയിൻ്റെ കേസിൽ ഒരു നോൺ സീറോ വാല്യൂ ആണ് വരുന്നത്. സോ സി കറക്റ്റ് ആണ്, സി കറക്റ്റ്. 2-methyl butadiene shows 2 geometrical isomerism. മൂന്ന് വരച്ച് നോക്കാം. 2-methyl butadiene. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുമോ? ഡബിൾ ബോണ്ടിന്റെ ഒരു സൈഡിൽ സിമിലർ ഗ്രൂപ്പുകൾ വന്നിരിക്കുന്നു, ഒരേ കാർബൺ ആറ്റത്തിൽ 2 സിമിലർ ഗ്രൂപ്പ്, തിരിച്ചു വന്നാലും മറിച്ചു വന്നാലും ഒരേ സാധനം തന്നെ. സോ ദർ ഇസ് നോ ഡിഫറൻസ്. സോ അങ്ങനെയെങ്കിൽ 2-methyl butadiene ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കത്തേ ഇല്ല. അങ്ങനെയെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. എയും ഡിയും വന്നിട്ടുണ്ട്. എയും ഡിയും കൂടെ ഒരുമിച്ച് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഫസ്റ്റ് ഓപ്ഷൻ. എയും ഡി ഒരുമിച്ച് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഫസ്റ്റ് ഓപ്ഷൻ. ബാക്കിയും കൂടെ നോക്കാം. ദ ട്രാൻസ് ഐസോമർ ഹാസ് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ദാൻ സിസ് ഐസോമർ. അത് കറക്റ്റ് ആണോ? അത് കറക്റ്റ് അല്ല. ട്രാൻസ് ഐസോമറിന് സിമെട്രി കൂടുതലാണ്. ട്രാൻസ് ഐസോമേഴ്സിന് സിമെട്രി കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസിനെ ബെറ്റർ ആയിട്ട് സ്റ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ ഓർഡേർഡ് ആയിട്ട് സ്റ്റാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. സോ ഇവർ പറയുന്ന പ്രകാരം ട്രാൻസ് ഐസോമേഴ്സ് ഹാസ് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ദാൻ സിസ് ഐസോമർ എന്ന് പറയുന്നത് തെറ്റാണ്. സിമെട്രി കൂടുതലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെയും ട്രാൻസ് ഐസോമറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് സിസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ട്രാൻസിന് സിസിനെക്കാട്ടിലും മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. സോ 70th ക്വസ്റ്റ്യൻ്റെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എയും ഡിയും ഇയും വരും. എ ഡി ആൻഡ് ഇ ഓൺലി. 70th question. Let's see the next question. 71st question. So 71st question onward section B ആണ്, integer type question ആണ്. Some carbon dioxide gas was kept in a sealed container at a pressure of 1 atm and 273 Kelvin. ശ്രദ്ധിച്ചോണം, 1 atm and 273 Kelvin എന്ന് പറയുമ്പം ദാറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായി? STP ആയില്ലേ? STP. This entire amount, STP അല്ലെങ്കിൽ NTP ആയിട്ട് നിങ്ങൾ എടുക്കുക. This entire amount of carbon dioxide gas was later passed through an aqueous solution of calcium hydroxide. The excess unreacted calcium hydroxide was later neutralized with a 0.1 molar of 40 ml HCl. If the volume of the sealed container of carbon dioxide was X, then X is dash centimeter cube. Nearest രീതിയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ അത് എന്തൊക്കെയോ പറഞ്ഞു. Given that the entire amount of carbon dioxide reacted with exactly half the initial amount of calcium hydroxide present in aqueous solution. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു, പക്ഷേ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എക്സസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അൺറിയാക്റ്റഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വരും. ആ അൺറിയാക്റ്റഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്ന HCl കുറിച്ച് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് അവിടുന്ന് തുടങ്ങാം. സോ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അൺറിയാക്റ്റഡ്, ഇത് അൺറിയാക്റ്റഡ് ആണേ. ആരുമായിട്ട്? കാർബൺ ഡയോക്സൈഡായിട്ട്. കാർബൺ ഡയോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യാത്ത കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യിച്ചപ്പോൾ കൺസിഡറിങ് ദ സ്റ്റോയിഷ്യോമെട്രി 2 moles ഓഫ് HCl വേണ്ടി വരും. 2 moles ഓഫ് HCl റിയാക്ട് ചെയ്തു, കാൽഷ്യം ക്ലോറൈഡും വാട്ടർ ഫോർമേഷനൊക്കെ നടന്നു, പോകട്ടെ. അങ്ങനെയെങ്കിൽ 1 mole കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് 2 mole HCl വേണം. അപ്പോൾ എത്ര മോൾ HCl ഉണ്ടെന്ന് നോക്കി. തന്നിരിക്കുന്നതിൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് 0.1 molar ആണ്. വോളിയം എന്ന് പറയുന്നത് 40 ml ആണ്. അപ്പോൾ എത്രയായി? 0.1 × 40 എന്ന് പറയുമ്പോഴേക്കും 4 millimoles കാണും. 4 millimoles. 2 മോളിന് 1 മോള്. 4 millimoles-നപ്പം 2 millimoles മതി. 2 millimoles മതി. അപ്പം അൺറിയാക്റ്റഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടിയിട്ടുണ്ട് 2 millimoles. അങ്ങനെയെങ്കിൽ ഇവരൊരു കാര്യം പറയുന്നുണ്ട്, ഇത് അൺറിയാക്റ്റഡ് ആണ്. റിയാക്ട് ചെയ്തത് എന്ന് പറയുന്നത് ഇനിഷ്യലി ഉണ്ടായിരുന്നതിൻ്റെ പകുതിയാണ്. കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തത് ഇനിഷ്യലി ഉണ്ടായിരുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പകുതിയേ ഉള്ളൂ. ബാക്കി പകുതിയാണ് ഈ 2 millimoles എന്ന് പറയുന്നത്. അൺറിയാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ബാക്കി പകുതി. അപ്പം ടോട്ടൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇനിഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് അൺറിയാക്റ്റഡിൻ്റെ ട്വൈസ് ആയിരിക്കും. കാരണം അൺറിയാക്റ്റഡ് റിയാക്ട് ചെയ്തതും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ വരണം. റിയാക്ട് ചെയ്തത് ഇനിഷ്യലി ഉണ്ടായിരുന്നതിൻ്റെ പകുതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അൺറിയാക്റ്റഡ് എന്ന് പറയുന്നതും ഇനിഷ്യലി ഉണ്ടായിരുന്നതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇനിഷ്യലി ഉണ്ടായിരുന്നത് 4 millimoles.
ആ 4 മില്ലിമോൾസിൻ്റെ പകുതിയാണ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ടുള്ള റിയാക്ഷൻ നോക്കാം. കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്തു, കാൽഷ്യം കാർബണേറ്റും വാട്ടറും ഫോം ചെയ്തു. അപ്പോൾ 1 മോള് കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് 1 മോള് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഇനിഷ്യലി ഉണ്ടായിരുന്ന 4 മോളിൻ്റെ പകുതിയെ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 മില്ലിമോളെ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. 2 മില്ലിമോൾ റിയാക്ട് ചെയ്യാനായിട്ട് 2 മില്ലിമോള് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. സോ ദെയർഫോർ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 2 മില്ലിമോൾസ് ആണ്. 2 മില്ലിമോൾസ്. അപ്പം നമുക്കൊരു കാര്യം അറിയാം, STP കണ്ടീഷനിലാണെങ്കിൽ 1 മോള് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം വിൽ ബി 22,400 ml ആയിരിക്കും. അങ്ങനെയെങ്കിൽ 2 മോൾസ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് 44,800 ml ആയിരിക്കും. അപ്പം 2 മോളാണ് 44,800 എങ്കിൽ 2 മില്ലിമോൾ എന്ന് പറയുമ്പോഴേക്കും 2 × 10⁻³ മോൾസ് ആണ്. 2 മോൾ ഈ ക്വാണ്ടിറ്റി ആണെങ്കിൽ 2 മില്ലിമോൾ എന്ന് പറയുന്നത് ദിസ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 1000 വരും. ദിസ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 1000 വരും. സോ ദാറ്റ് കറസ്പോണ്ട്സ് ടു 44.8 ml എന്ന് വരും, അല്ലെങ്കിൽ 44.8 cm³ എന്ന് വരും. cm³. സോ റൗണ്ടിങ് ഓഫ് ഇറ്റ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ, നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 45 ml അല്ലെങ്കിൽ 45 cm³. 45 cm³ ആയിട്ട് എടുക്കാം. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി 44 cm³. 71st question, 44 cm³. സോറി 44 അല്ല, 45 cm³. 44.8 ആണ്. റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ ആകുമ്പോഴേക്കും 45 എന്ന് എടുക്കാം. 71st question 45 എന്ന് 45. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്യൂരിഫിക്കേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ. ക്യാരിയസ് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം പ്യൂരിഫിക്കേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ക്യാരിയസ് മെത്തേഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻസ് 180 milligrams of an organic compound produced 143.5 milligrams of AgCl. The percentage composition of chlorine in the compound. ക്യാരിയസ് മെത്തേഡിന് നമുക്കറിയാം ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷന് വേണ്ട ഡേറ്റ തന്നെയാണ് തന്നിരിക്കുന്നത്. സിൽവറിൻ്റെ 108, ക്ലോറിൻ്റെ 35.5. സോ പെർസെൻറ്റേജ് ക്ലോറിൻ എന്ന് പറയുമ്പോഴേക്കും 35.5 ഡിവൈഡഡ് ബൈ 143.5 മൾട്ടിപ്ലൈഡ് ബൈ വെയ്റ്റ് ഓഫ് സിൽവർ ക്ലോറൈഡ് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. ഇത് ചെയ്യാം നിങ്ങൾക്ക്. ഇത് ചെയ്ത് വരുമ്പോഴേക്കും 35.5 ഡിവൈഡഡ് ബൈ 143.5 മൾട്ടിപ്ലൈഡ് ബൈ വെയ്റ്റ് ഓഫ് AgCl തന്നിരിക്കുന്നത് 143.5 മില്ലിഗ്രാമിലാണ്. ഡിവൈഡഡ് ബൈ ഓർഗാനിക് കോമ്പൗണ്ട് 180 മില്ലിഗ്രാമിലാണ്. അപ്പോൾ ഈ മില്ലിഗ്രാം കട്ടായിപ്പോൾ മില്ലിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് 143.5 ഈ 143.5 കൂടെ കട്ടായി പോവും, ഇൻറ്റു 100 വരും. സോ സീറോസും പോയി. ദെൻ ദർ വിൽ ബി 355 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. 355 ഡിവൈഡഡ് ബൈ 18. സോ 360 ഡിവൈഡഡ് ബൈ 18 ആണെങ്കിൽ നമുക്കറിയാം വാല്യൂ വിൽ ബി 20. സോ ഇത് 20ക്കും 19നും ഇടയിലാണ്. ആൻഡ് വിച്ച് ഈസ് മോർ ക്ലോസർ ടു ഒബ്വിയസ്ലി 20 ആയിരിക്കും. കാരണം എന്നാ 19 × 18 ഒത്തിരി കൂടുതലാണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. 19 × 18 ഒത്തിരി കൂടുതലാണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഈസ് മോർ ക്ലോസർ ടു 20 × 18. 18 × 20 ഇത് അടുത്തൊരു വാല്യൂ. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ ഏകദേശം കിട്ടുന്നത് 19.7 ആണ്. 19.7. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. റിപ്പീറ്റ് ചെയ്ത് റെക്കറിങ് ആയിരിക്കും വരുന്നത്. 7333 എന്നോ സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് റൗണ്ട് ഓഫ് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 20%. കാരണം നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 20% ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം. 70 to 20%. 20%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The number of molecules or ions that show linear geometry among the following. അപ്പോൾ ഓരോരുത്തരെയും ചെയ്ത് നോക്കണം. SO2നെ നിങ്ങൾക്ക് VSEPR തിയറി വെച്ച് വരച്ച് നോക്കാം. അല്ലെങ്കിൽ VSEPR തിയറി വെച്ച് വരച്ച് നോക്കാം. സോ വരച്ച് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഡബിൾ ബോണ്ട് ഇങ്ങനെ ആയിരിക്കും ഇനി നിൽക്കുന്നത്. ആൻഡ് സൾഫറിൻ്റെ വാലൻസ് ഷെല്ലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് VSEPR തിയറി വെച്ച് വരയ്ക്കാം. VSEPR തിയറി വെച്ച് വരയ്ക്കുകയാണെങ്കിൽ സൾഫറിൻ്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. 6 ഇലക്ട്രോൺസിൽ 2 ഇലക്ട്രോണിനെ ഒരു ഓക്സിജൻ കൊണ്ടുപോയി, 2 ഇലക്ട്രോണിനെ ഒരു ഓക്സിജൻ കൊണ്ടുപോയി, പിന്നെയുള്ള 2 ഇലക്ട്രോൺ ലോൺ പെയർ ആയിട്ട് വരും. സോ ഒരു ലോൺ പെയറും 2 ബോണ്ട് പെയറും. ഒരു ലോൺ പെയറും 2 ബോണ്ട് പെയറും കൂടെ വരികയാണെങ്കിൽ സൾഫറിൻ്റെ കയ്യിൽ ഒരു ലോൺ പെയറും
രണ്ട് ബോണ്ട് പെയറും ഡബിൾ ബോണ്ട് വഴി കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്ക് ബെൻഡ് ജോമെട്രിയാണ്, ബെൻഡ്. സോ സൾഫർ ഡയോക്സൈഡിൻ്റെ ബെൻഡാണ്, കൂട്ടാൻ പറ്റത്തില്ല. നമുക്ക് ലീനിയർ ആവേണ്ടത്. സോ സൾഫർ ഡയോക്സൈഡ് ബെൻഡ് ആയതുകൊണ്ട് നമുക്കതിനെ അവിടെ നിന്ന് കളയാം. BeCl2. BeCl2നെ നമുക്ക് വരയ്ക്കാതെ തന്നെ അറിയാം. BeCl2 എന്ന് പറയുന്ന ആൾ ലീനിയർ ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്, sp ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ ആണ്. സോ BeCl2 ലീനിയർ വരും. കാർബൺ ഡൈ ഓക്സൈഡും അതും വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമുക്കറിയാം, വരച്ചു വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ അറിയാവുന്ന ആളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് VSE തിരിച്ച് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. കാർബൺ ഡൈ ഓക്സൈഡും ലീനിയർ ജോമെട്രി, sp ഹൈബ്രിഡൈസ്ഡ് ആണ് കാർബൺ, സോ ലീനിയർ വരും, ലീനിയർ. N3- കേസ് നോക്കുകയാണെങ്കിൽ N3- ലീനിയർ ജോമെട്രി തന്നെയുള്ള ആളാണ്. നിങ്ങൾക്കത് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടോ ചെക്ക് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കത് വരച്ച് നോക്കാം. വരച്ച് നോക്കുകയാണെങ്കിൽ N3- വരേണ്ടത് N ഡബിൾ ബോണ്ട് N, പിന്നെ ഫോർമൽ ചാർജസ് വരും. ഈ നൈട്രജൻ പ്ലസ്, ഇതിന് -1, ഇതിന് -1. അപ്പോൾ ലീനിയർ ജോമെട്രി ഉണ്ട്, N3- ലീനിയർ ജോമെട്രി ഉണ്ട്. NO2ൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ NO2 എന്ന് പറയുന്ന ആൾ ലീനിയർ ജോമെട്രി അല്ല, ബെൻഡ് ജോമെട്രി ഉള്ള ആളാണ് NO2 എന്ന് പറയുന്നത്. അപ്പോൾ NO2നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. NO2 ബെൻഡ് ജോമെട്രി ഉള്ള ആളാണ് NO2. പോയോ? ആൻഡ് F2O എന്ന് പറയുന്ന ആൾ H2Oയിലെ ഹൈഡ്രജൻ വരെ ഫ്ലൂറിനാക്കി, അപ്പോൾ അവർക്ക് ബെൻഡ് ജോമെട്രി വരുന്ന ആളാണ്, ബെൻഡ് ജോമെട്രി കൂട്ടാൻ പറ്റില്ല. XeF2ൻ്റെ VSEPR തിയറി വെച്ച് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ സെനോൺ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസിൽ വരുന്നയാളാണ്. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കാണും. 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൽ ഒരെണ്ണം ഫ്ലൂറിൻ കൊണ്ടുപോയി, ബാക്കിയുള്ള 2 ഇലക്ട്രോൺ ചേർന്ന് ലോൺ പെയർ, 2 ഇലക്ട്രോൺ ചേർന്ന് ലോൺ പെയർ, 2 ഇലക്ട്രോൺ ചേർന്ന് ലോൺ പെയർ. അപ്പം 3 ലോൺ പെയറും 2 ബോണ്ട് പെയറും, 3 ലോൺ പെയർ 2 ബോണ്ട് പെയർ, 3 ലോൺ പെയറും 2 ബോണ്ട് പെയറും, 3 ലോൺ പെയറും 2 ബോണ്ട് പെയറും, 5 ഇലക്ട്രോൺ പെയർസ് വരുമ്പോഴേക്കും അവർ കാണിക്കേണ്ട ഇലക്ട്രോൺ ജോമെട്രി ട്രൈഗണൽ ബൈ പിരമിഡൽ ആണ്. ആ ട്രൈഗണൽ ബൈ പിരമിഡലിൽ ബെൻസ് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം ആക്ച്വൽ പൊസിഷനിൽ മാത്രമേ ഒക്കുപ്പൈ ചെയ്യത്തുള്ളൂ. സോ ഫ്ലൂറിൻ ആക്ച്വൽ പൊസിഷൻ ഒക്കുപ്പൈ ചെയ്യും. ബാക്കി വരുന്ന 3 ലോൺ പെയർസ് ഇക്വറ്റോറിയൽ പൊസിഷൻ ഒക്കുപ്പൈ ചെയ്യും. 3 ലോൺ പെയർസ് ഇക്വറ്റോറിയൽ പൊസിഷൻ ഒക്കുപ്പൈ ചെയ്യും. അപ്പം ഇലക്ട്രോൺ പെയറുകളെ, ലോൺ പെയർസിനെ നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ എന്ന് പറയുന്നത് ലീനിയർ അറേഞ്ച്മെന്റിൽ വരും, ലീനിയർ അറേഞ്ച്മെന്റ്. സോ XeF2 ലീനിയർ അറേഞ്ച്മെന്റിൽ ഇരിക്കുന്ന ആളായിരിക്കും, XeF2 ലീനിയർ അറേഞ്ച്മെന്റ്. NO2+ നോക്കുകയാണെങ്കിൽ NO2+ എന്ന് പറയുന്ന ആളും ലീനിയർ അറേഞ്ച്മെന്റ് ഉള്ള ആളാണ്. NO2+ N ഡബിൾ ബോണ്ട് O പ്ലസ് ആയിരിക്കും NO2+. VSEPR തിയറി പ്രകാരം നമുക്ക് വേണമെങ്കിൽ വരച്ച് നോക്കാം. 1 2 3 4 5 ഇലക്ട്രോൺസ് ഉണ്ടാവും നൈട്രജൻ്റെ ബാലൻസ് ഷെല്ലിൽ. അതിൽ പ്ലസ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യണം, മൈനസ് ആയിരുന്നെങ്കിൽ ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യണം. 2 ഇലക്ട്രോൺ ചേർന്നൊരു ഓക്സിജൻ കൊടുത്തു, 2 ഇലക്ട്രോൺ ചേർന്നൊരു ഓക്സിജൻ കൊടുത്തു. സോ അങ്ങനെ 2 ബോണ്ട് പെയറുകളെ കാണത്തുള്ളൂ. 2 ബോണ്ട് പെയറുകൾ ഉണ്ടെങ്കിൽ ലീനിയർ അറേഞ്ച്മെന്റ് വരും, ലീനിയർ അറേഞ്ച്മെന്റ്. സോ NO2+ ലീനിയർ അറേഞ്ച്മെന്റ് ഉള്ള ആളാണ്. I3- ചെയ്യുമ്പോഴും നിങ്ങൾക്ക് VSEPR തിയറി അപ്ലൈ ചെയ്യാം. I3- VSEPR തിയറി അപ്ലൈ ചെയ്യുമ്പോൾ I3 എന്ന് പറയുന്ന ആള് ഒരു അയഡിനെ സെൻട്രൽ ആറ്റം ആക്കി വെച്ചിട്ട് ബാക്കി 2 അയഡിനെ സറൗണ്ടിങ് ആറ്റം ആക്കുന്നു. സോ 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ഉണ്ട് അയഡിൻ്റെ കേസിൽ. ബാലൻസ് ഷെല്ലിൽ മൈനസ് ആയതുകൊണ്ട് എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ കൂടെ വരും. ഒരു ഇലക്ട്രോൺ ബാക്കിയുള്ള ഒരു അയഡിന് കൊടുത്തു, പിന്നെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ ബാക്കിയുള്ള ഒരു അയഡിന് കൊടുത്തു, പിന്നെ ലോൺ പെയർ 3 ലോൺ പെയറും 2 ബോണ്ട് പെയറും, 3 ലോൺ പെയറും 2 ബോണ്ട് പെയറും കൂടെ വരുമ്പം ടോട്ടൽ 5 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്. ടോട്ടൽ 5 ഇലക്ട്രോൺ പെയർസ് ഇരിക്കുന്നത് ട്രൈഗണൽ ബൈ പിരമിഡൽ ഇലക്ട്രോൺ ജോമെട്രിയിലായിരിക്കും. ആ ട്രൈഗണൽ ബൈ പിരമിഡൽ ഇലക്ട്രോൺ ജോമെട്രിയിൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റംസ് ആക്ച്വൽ പൊസിഷനിൽ വരണം. സോ അയഡിൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ആക്ച്വൽ പൊസിഷനിൽ വരുന്നു. ദെൻ 3 ലോൺ പെയർസ് ഇക്വറ്റോറിയൽ പൊസിഷൻ ഒക്കുപ്പൈ ചെയ്യുന്നു. 3 ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷൻ ഒക്കുപ്പൈ ചെയ്താൽ ആ ലോൺ പെയർസിനെ നമ്മൾ കൺസിഡർ ചെയ്യാതിരുന്നാൽ 3 അയഡിൻസ് ലീനിയർലി ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 അയഡിൻസ് ലീനിയർലി ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതും കറക്റ്റാണ്. O3 മോളിക്യൂളിനെ വരയ്ക്കേണ്ട ആവശ്യമില്ല, വരയ്ക്കാതെ തന്നെ നമുക്കറിയാം ആ സാധനം എന്തായിരിക്കും, ബെൻഡ് ജോമെട്രി ഉള്ള ആളാണ്. O3 എന്ന് പറയുന്ന ആൾ ബെൻഡ് ജോമെട്രി ഉള്ള ആളാണ്. അപ്പം നമുക്കതിനെ എക്സ്ക്ലൂഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ലീനിയർ ജോമെട്രി ഉള്ള ആൾ BeCl2 CO2 N3- F2O F2O ഇല്ലല്ലോ, F2O ഇല്ല, XeF2 NO2+ ആൻഡ് I3-. സോ കറക്റ്റായിട്ട് ലീനിയർ ജോമെട്രി ഉള്ളത് 1 2 3 4 5 6 വരും. 73 6 വരും. യെസ്.
74th question നോക്കാം. A reaction A giving B. The molecule A changes into its isomeric form B by following a first order kinetics. അപ്പോൾ chemical kinetics എന്നുള്ള റിയാക്ഷൻ ആണ്. First order kinetics at a temperature of 1000 Kelvin. If the energy barrier with respect to the reactant energy of such isomeric transformation is 191.48 kilojoule per mole. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ക്വസ്റ്റൻ അത് പറഞ്ഞു. ഒന്ന് ടെമ്പറേച്ചർ 1000 Kelvin ആണ്, അതുപോലെ തന്നെ റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. പിന്നെ പറയുന്നത് ആക്ടിവേഷൻ എനർജീനെ കുറിച്ച് പറയുന്നുണ്ട്. 191.48 കിലോജൂൾ പെർ മോൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആക്ടിവേഷൻ എനർജിക്ക് പകരം ഇവർ യൂസ് ചെയ്തിരുന്ന വേറൊരു ടേം ആണ് ദ എനർജി ബാരിയർ വിത്ത് റെസ്പെക്ട് ടു ദ റിയാക്ടൻറ്റ്. റിയാക്ടൻറ്റിന് എത്ര എനർജി കിട്ടിയാൽ ആ ബാരിയർ ക്രോസ് ചെയ്യാന്നുള്ള രീതിയിൽ ആക്ടിവേഷൻ എനർജി അവർ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ദ ഫ്രീക്വൻസി ഫാക്ടർ, അതായത് നമ്മുടെ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എനെ കുറിച്ച് പറയുന്നുണ്ട്, 10⁻20 എന്ന് പറയുന്നുണ്ട്. The time required for the 50% molecules of A to become B, 50% of A to become molecule, അതായത് ഹാഫ് ലൈഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടി ഹാഫിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം 0.693 ഡിവൈഡഡ് ബൈ കെ. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം കെയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഡേറ്റയൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കെ വിൽ ബി ഈക്വൽ ടു A(e⁻ ആണ്. ആറിൻ്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ടിയും ഇയും ഒക്കെ നമുക്കറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എയുടെ വാല്യൂ 10⁻20 മൾട്ടിപ്ലൈഡ് ബൈ E⁻−EA. കിലോ ജൂളിനെ ജൂളിലാക്കണം. സോ 191.48 ഇൻറ്റു 10⁻3 ജൂൾസ് ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.314 ജൂൾസ് ആയിരിക്കും. ആൻഡ് ടി വിൽ ബി 1000 Kelvin. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം. യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 23.03 എന്ന് കിട്ടും. സോ 10⁻20 ഇൻറ്റു E⁻−23.03 എന്ന് കിട്ടും. 23.03 എന്ന് കിട്ടും. 23.03 എന്നൊരു വാല്യൂ കിട്ടും. 03. ആ 23.03നെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാൻ പറ്റും. 10⁻20 ഇൻറ്റു -2.303 ഇൻറ്റു 10 എന്ന് എഴുതാനായിട്ട് പറ്റും. ആ 10നെ ഞാൻ ലോഗിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 10⁻20 ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഓഫ് -2.303 ലോഗ് 10⁻10 എന്ന് എഴുതാമല്ലോ. ലോഗ് 10⁻10 എന്ന് എഴുതാം. അപ്പോൾ 2.303 ലോഗ് 10⁻10നെ എനിക്ക് നാച്ചുറൽ ലോഗരിതത്തിലേക്ക് മാറ്റാം. സോ 10⁻20 ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഓഫ് നെഗറ്റീവ് നാച്ചുറൽ ലോഗരിതം 10⁻10 എന്ന് എഴുതാം. 10⁻10 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ -1നെ കൂടെ പവറിലേക്ക് എനിക്ക് കൊണ്ടുപോകാം. -1നെ കൂടെ എനിക്ക് ആ പവറിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ 10⁻20 ഇൻറ്റു എക്സ്പോണൻഷ്യൽ ln 10⁻10 എന്ന് വരും. ln 10⁻10 എന്ന് വരും. സോ എക്സ്പോണൻഷ്യലും ലോ കൂടെ കട്ടായി പോവും, എക്സ്പോണൻഷ്യലും ലോ കൂടെ പോകും. കാരണം ലോഗ് ഓഫ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോവും. സോ ഇൻവേഴ്സ് ആണ്. സോ 10⁻20 മൾട്ടിപ്ലൈഡ് ബൈ 10⁻10 എന്ന് വരും. സോ 10⁻20 ഇൻറ്റു 10⁻10 എന്ന് പറയുമ്പോഴേക്കും 10⁻10 എന്ന് വരും. 10⁻10 എന്ന് വരും വാല്യൂ. 10⁻10 ഇതാണ് കെയുടെ വാല്യൂ. കെയുടെ വാല്യൂ 10⁻10 എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ടി ഹാഫിൻ്റെ എക്സ്പ്രഷനകത്ത് അത് ഇട്ട് കൊടുക്കും. ടി ഹാഫിൻ്റെ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കാൻ 0.693 ഡിവൈഡഡ് ബൈ 10⁻10 എന്നായിരിക്കും. 10⁻10 എന്നായിരിക്കും. ന്യൂമറേറ്ററിലേക്ക് അതിനെ കൊണ്ടുവരികയാണെങ്കിൽ 0.693 മൾട്ടിപ്ലൈഡ് ബൈ 10⁻10 എന്നാണ്. നമുക്ക് പൈക്കോ സെക്കൻഡിൽ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 10⁻12ലേക്ക് ആക്കണം. അത് 69.3 ഇൻറ്റു 10⁻12 സെക്കൻഡ്സ് എന്നാക്കാം. സോ ദാറ്റ് വിൽ ബി 69.3 പൈക്കോ സെക്കൻഡ്സ്. 69.3 പൈക്കോ സെക്കൻഡ്സ് ആക്കാം. പൈക്കോ സെക്കൻഡ്സ്. സോ 69 റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ ആണെങ്കിൽ 69 എന്ന് എടുക്കാം. അതിൻ്റെ ആൻസർ 74th ആൻസർ 69 എന്ന് എടുക്കാം. 69. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. എക്സ്പോണൻഷ്യൽ വരും, പക്ഷെ ചെയ്യാം. എഞ്ചിനീയറിംഗുകാരെ സംബന്ധിച്ച് എക്സ്പോണൻഷ്യലും ലോഗരിതം ഒന്നും വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. 75th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കൺസിഡർ ദി ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ. നൈട്രോബെൻസീനെ
റിയാക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. SN&HCl ചെയ്ത് കഴിയുമ്പം മെറ്റൽ ഇൻ മെറ്റൽ ഡിസോൾവിങ് ആസിഡ്, അപ്പം നൈട്രോബെൻസീന് റിഡക്ഷൻ നടന്ന് അനലിനായിട്ട് മാറും. ഇതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ കണ്ടായിരുന്നു, അനലിനായിട്ട് മാറും. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ പാറ്റേണിലെ 2 ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ നമുക്ക് ഒരെണ്ണം അറിയാമെങ്കിൽ മറ്റേത് ചെയ്തതിൻ്റെ എഫക്റ്റാണ്, ഡബിൾ എഫക്റ്റ് ആവും. സോ അനലിനെ കിട്ടിയിട്ടുണ്ടാവും. ആ അനലീനെ NaNO2HCl ട്രീറ്റ് ചെയ്തു അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. സോ ഡയസറ്റൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഡയസറ്റൈസേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആയിട്ട് മാറും. ആ കിട്ടുന്ന ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ CuCl2 ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഏതാ റിയാക്ഷൻ? Cu2Cl2 അല്ലെങ്കിൽ CuCl റിയാക്ട് ചെയ്യിച്ചു. ദാറ്റ് വിൽ ബി ദ സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ. സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ കഴിയുമ്പോൾ എനിക്ക് ക്ലോറോബെൻസീനെ കിട്ടും. ക്ലോറോബെൻസീനെ സോഡിയവുമായിട്ട് ഈതറിൽ ട്രീറ്റ് ചെയ്തു. ക്ലോറോബെൻസീനെ സോഡിയമായിട്ട് ഈതറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ ഏതാ റിയാക്ഷൻ? ആലോചിച്ച് നോക്കി. ദാറ്റ് വിൽ ബി ദ ഫിറ്റിക് റിയാക്ഷൻ. ഫിറ്റിക് റിയാക്ഷൻ കഴിയുമ്പോഴേക്കും എനിക്ക് ബൈ അരൈലിനെയാണ് കിട്ടുന്നത്. ബൈ അരൈൽ, ഇപ്രാവശ്യം കിട്ടുന്ന ബൈ അരൈൽ ബൈഫിനൈലാണ്. ബൈഫിനൈൽ. സോ ബൈഫിനൈൽ 2 ഫിനൈലുണ്ട്. ഒരു ഫിനൈലിൻ്റെ മാസ് എന്ന് പറയുന്നത് 77 ആണ്, അടുത്തതിൻ്റെ 77 ആണ്. സോ 77 + 77 154 വരും. 154 ഗ്രാം പെർ മോൾ ആയിരിക്കും അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. 154 ഗ്രാം പെർ മോൾ ആയിരിക്കും മോളാർ മാസ് ഓഫ് ബൈഫിനൈൽ വരുന്നത്. സോ 75th ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് 154 ആയിരിക്കും. 154 75th 154 വരും. 154. 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ സൊല്യൂഷനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ നിങ്ങളുടെ വരും JEE എക്സാമിനേഷൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ JEE അഡ്വാൻസ്ഡ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇതൊരു നല്ലൊരു തുടക്കമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഫർദർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, സ്റ്റഡി വെൽ, സ്റ്റഡി ഹാർഡ്, ടേക്ക് കെയർ, ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.